نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بكلمات الله التامات من ما خلق بسم الله بابنا تبارك حيطاننا ياسين سقفنا كاف ها يا عين صادنا حميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن ചെയ്യാൻ വസിയത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും നമ്മുടെ അഭ്യുദയകാംക്ഷികളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ സമയത്ത് ഈ തുവക്കുന്ന് ദീനി സദസ്സിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംഘടനാ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്ത ശ്രേഷ്ഠതയുടെ പൂർണ്ണത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മജ്ലിസിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ സമയം ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മളാണെങ്കിലും അനേകം ആളുകൾ ഈ സമയത്ത് നമ്മെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. SKSSFൻ്റെ ക്ലാസ് റൂം സംവിധാനത്തിലൂടെ നെറ്റ് വഴി ഈ പരിപാടി ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ റൂമുകളിൽ, ഓഫീസുകളിൽ, മറ്റു പല സംവിധാനങ്ങളിലൂടെയും ലണ്ടൻ അടക്കമുള്ള പ്രദേശങ്ങളിലും ഒക്കെ ഈ സമയം ഇത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സംവിധാനം നമുക്കൊരുക്കപ്പെടാൻ ഈ പ്രദേശം ഒരു കൊച്ചു പ്രദേശം എന്നൊക്കെയാണ് തുവക്കുന്നിനെ പറയാറെങ്കിലും ഈ നാടിനെ ഒരർത്ഥത്തിൽ ലോകത്ത് പരിചയപ്പെടുത്താൻ കാരണമായത് ഈ മഹത്തായ ദീനി വിജ്ഞാന കേന്ദ്രമാണ്. അതിൻ്റെ ചാലകശക്തി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ യമാനിയാണ്. വയസ്സിൽ കവിഞ്ഞ പക്വതയോടെയും അതിലേറെ ശ്രേഷ്ഠതയോടെയും ഈ നാടിനെയും സ്ഥാപനത്തെയും സംഘടനയെയും പ്രോജ്വലിപ്പിക്കുന്ന ആ വ്യക്തിത്വത്തെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലും ശ്രേഷ്ഠതയിലും ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇവിടെ പള്ളിപ്പറമ്പിൽ മറവിട്ട് കിടക്കുന്ന നമ്മുടെ പ്രദേശത്ത് ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ കിടക്കുന്നവരുണ്ട്. ഈ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ സവാബിൻ്റെ മിഥില് അവരുടെ ഖബറിടത്തിലേക്ക് അള്ളാഹുവെ നീ ചൊരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹിക്കുന്ന, അവർ ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല ഖൈറായ നിലയിലും ഹലാലായ നിലയിലും അള്ളാഹു സ്വീകരിക്കുകയും പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ഇവിടെ മരണപ്പെട്ട ഒന്ന് രണ്ടാളുകളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു അവരുടെ ഖബറിടം വെളിച്ചമാക്കട്ടെ. ഹിഫ്ള് പൂർത്തിയാക്കി ഇവിടുന്ന് തങ്ങളുടെ കയ്യിൽ നിന്നുകൊണ്ട് ഉപഹാരം സ്വീകരിച്ച് നാളെ പാരത്രിക ലോകത്തേക്കുള്ള ഒരു സമ്മാനം വരദാനമായി കിട്ടിയ ആ കുട്ടിയെ അള്ളാഹു ആ ഹിഫ്ളിൻ്റെ, ആ ഹാഫിളിൻ്റെ, ആ നമ്മുടെ എല്ലാം ജീവിതത്തേക്കാൾ ധന്യമായ ആ ശ്രേഷ്ഠ ഗുണത്തെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഉഹദിൻ്റെ പോർക്കളത്തിൽ ഷഹീദായി കിടക്കുന്ന ആളുകളുടെ മയ്യത്ത് മറവ് ചെയ്യാൻ ഖബർ പര്യാപ്തമാവാതെ വന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഹിഫ്ളുള്ള ഖുർആൻ മനപ്പാടമുള്ളവരെ മേലെ വെച്ച് ആദരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഹിഫ്ളിൻ്റെ ഖുർആൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത.
ഇവിടെ നിന്നുകൊണ്ട് സനദ് വാങ്ങാൻ പോകുന്ന ഹാഫിലിങ്ങളായ നമ്മുടെ വിദ്യാർത്ഥികളെ അല്ല, നമ്മുടെ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനും സ്ഥാപനത്തിനും ഉപകരിക്കുന്ന, അതിനെ സഹായിച്ചതിൻ്റെ പേരിൽ ഈ നാട്ടിൽ ഉള്ള മുഴുവൻ ആളുകൾക്കും ഉപകാരമാകുന്ന അമലായി അവരിൽ നിന്നുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. SKSSF-ന്റെ മദീന പാഷൻ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിൻ്റെ ഭൗതിക ശരീരം വഹിച്ച ഭാഗം അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മദീന, ആ മദീനയെ അന്വർത്ഥമാക്കി പ്രവാചക പ്രകീർത്തനങ്ങളാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്താൽ മലയാളി സമാജത്തിന് മദീനയോട് ചേർത്ത് വെക്കുന്നതാണ് ഈ സമ്മേളനങ്ങളൊക്കെ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മദീന പാഷ നടക്കുകയാണ്. ഹുദൈബിയ നഗരിയിൽ കണ്ണൂർ ജില്ലയിൽ നടക്കാൻ പോകുന്ന മദീന പാഷന്റെ പ്രചരണാർത്ഥം കൂടിയാണ് തുവക്കുന്ന SKSSF-ന്റെ ഈ വാർഷിക പരിപാടി, ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഞാനൊരു വിശദമായ സംസാരത്തിന് ഏതായാലും ഈ സമയം കൊണ്ടുപോകുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഒരു കൊച്ചു വർത്തമാനം കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുഖ്യ പ്രഭാഷകന്റെ കൂടി, അല്ലെങ്കിൽ പ്രൗഢമായ ഇരുത്തം വന്നൊരു പ്രഭാഷകന്റെ പ്രൗഢിയോടുകൂടി ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ പറയേണ്ടത് ശരീഅത്തിനെ സംബന്ധിച്ച്, അത് പറയാൻ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള പ്രസ്ഥാനം തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ശരീഅത്ത് ഇന്നൊരു ചർച്ചയ്ക്ക് വരാനുള്ള പ്രധാന കാരണം 1984, 85, 86 കാലത്ത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് പോലെ ശരീഅത്ത് വൻ വിവാദമായ ഒരു കാലം കഴിഞ്ഞിരുന്നു. അതിനെ അനുസ്മരിക്കുന്ന വിധത്തിലാണ് വീണ്ടും ഒരു ശരീഅത്ത് വിവാദം കടന്നു വരുന്നത്. നാടാകെ ശരീഅത്ത് വിശദീകരണ സമ്മേളനങ്ങൾ, ശരീഅത്ത് സംരക്ഷണ റാലികൾ, ശരീഅത്തിനെ എങ്ങനെ ധന്യമാക്കണം എന്ന അർത്ഥത്തിൽ എങ്ങനെ ഏകസിവിൽ കോഡിനെ നിരാകരിക്കണം എന്ന സെമിനാറുകൾ, ഇതൊക്കെ ബന്ധപ്പെട്ട് ചർച്ചയാവുകയാണ്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ സഹോദരിമാർ അവരവരുടെ വീടുകളിൽ നിന്നുകൊണ്ട് ടെലിവിഷൻ വഴി വാർത്തകളും ചർച്ചകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏകസിവിൽ കോഡ് എന്താണ്, ശരീഅത്ത് ചർച്ച എന്താണ് എന്നൊക്കെ അവർക്കും അറിയാവുന്നതാണ് മുൻകാലത്തേക്കാൾ. പക്ഷെ അവരിലെ പല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശരീഅത്തിൻ്റെ ത്വലാഖും ശരീഅത്തിലെ ബഹുഭാര്യത്വവും ശരീഅത്തിലെ മുത്വലാഖും ശരീഅത്തിലെ സ്വത്തവകാശവുമൊക്കെ ഇസ്ലാമിനെ തെറ്റായി അല്ലെങ്കിൽ നേർമാർഗത്തിലല്ലാതെ തോന്നിപ്പോകുന്ന വിധത്തിൽ അവരുടെ ഇടയിലേക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചർച്ചകൾ നടക്കുകയാണ്. പല സഹോദരിമാരും ആളുകളുടെ മുമ്പിൽ മുസ്ലിമാണ് എന്നതുകൊണ്ട് സ്വന്തം ഭർത്താവിനെയും പള്ളിയിലെ ഉസ്താദിനെയും ജമാഅത്ത് കമ്മിറ്റിയെയും ഒക്കെ പേടിച്ച് പുറത്ത് പറയുന്നില്ല എങ്കിൽ പോലും ശരീഅത്തിൽ എന്തോ അപകടമുണ്ടെന്ന് തോന്നുന്ന വിധത്തിലാണ് ചില ഫെമിനിസ്റ്റുകൾ പോലും, മുസ്ലിം പേരുള്ള ചില സ്ത്രീകൾ പോലും അവരുടെ ചർച്ച നടത്തുന്ന സമയത്ത് നമ്മുടെ സഹോദരിമാർ ധരിച്ചു പോകുന്നത്. അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് ഈ വിഷയത്തെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 3 ത്വലാഖും ഒന്നിച്ച് ചൊല്ലുന്നത് തെറ്റാണ്. പക്ഷെ അങ്ങനെ 3 ത്വലാഖും ഒന്നിച്ച് ചൊല്ലിയാൽ അത് ത്വലാഖ് ആകും എന്നതിൻ്റെ പേരിൽ അത് ഇസ്ലാം നൽകിയ ക്രൂരതയാണല്ലോ. 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലുമ്പോൾ ആ മുത്വലാഖായാൽ പിന്നെ അവളെ ആ ഭർത്താവിന് തന്നെ പുനർവിവാഹം നടത്തണം എന്ന് തോന്നിയാൽ അതിന് പറ്റുന്ന രൂപത്തിലല്ല മറ്റൊരാൾ കെട്ടി അയാളും ത്വലാഖ് ചൊല്ലിയ ശേഷമേ ആദ്യത്തെ ആൾക്ക് കെട്ടാൻ പാടുള്ളൂ എന്ന ഒരു കടമ്പ അത് ഇസ്ലാം നൽകിയിട്ടുള്ള ഒരു വല്ലാത്ത വിധിയല്ലേ.
ഒന്നും രണ്ടും മൂന്നും ഘട്ടം ഘട്ടമായി ചൊല്ലിയാൽ, അല്ലാതെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരാൾ മൂന്നങ്ങ് ചൊല്ലിയാൽ പിന്നെ മടക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്തിനാണ്? അത് ക്രൂരതയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം. വേറൊരു കാര്യം, ത്വലാഖ് ചെല്ലുന്നത് പുരുഷന്റെ അധികാരമാണ്. പുരുഷന്മാർക്ക് എന്തുമാകാം, സ്ത്രീകൾക്ക് പുരുഷനെ ഒഴിവാക്കാനുള്ള വഴികളൊന്നും ത്വലാഖ് പോലുള്ള മാർദ്ദവമായ എളുപ്പത്തിലുള്ള പരിപാടിയില്ല. അപ്പൊ ഇസ്ലാം പുരുഷ മേധാവിത്വത്തിന്റെ, പുരുഷവർഗത്തിന്റെ പക്ഷത്താണ്. മറ്റൊന്ന്, ഒന്നിലധികം പെണ്ണ് കെട്ടാൻ ഇസ്ലാം ആണുങ്ങൾക്ക് അനുമതി കൊടുത്തു. അങ്ങനെ കൊടുക്കുക വഴി ഇസ്ലാം സ്ത്രീകളുടെ മനസ്സറിയാതെയാണ്, സ്ത്രീകളുടെ വിഷയങ്ങളെ പഠിക്കാതെയാണ്. ഇസ്ലാം എന്തിനാണ് ബഹുഭാര്യത്വത്തെ പറയുന്നത്? അതങ്ങ് ഒഴിവാക്കിക്കൂടെ? അതുപോലെ മറ്റൊന്ന്, പുരുഷന്റെ സ്വത്തിന്റെ പകുതിയാണ് സ്ത്രീക്ക്. ഒരു വാപ്പാക്ക് 2 മക്കളുണ്ടെങ്കിൽ, ആണും പെണ്ണുമായി 2 ആളുണ്ടെങ്കിൽ, ആകെയുള്ള സ്വത്തിന്റെ പുരുഷന് കിട്ടുന്നതിൻ്റെ നേർ പകുതിയെ പെണ്ണിന് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് സ്ത്രീകളോട് കാണിക്കുന്ന അവഗണനയല്ലേ? അള്ളാഹു 2 ആളുകളെയും ഒരുപോലെ കാണാനല്ലേ പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശം? അങ്ങനെ എല്ലാ നിലക്കും സ്ത്രീകളെ മോശമായി കാണുന്ന ഇസ്ലാം, അതല്ലേ ശരീഅത്ത്? അതുകൊണ്ട് ആ ശരീഅത്ത് ഇവിടെ നിലനിൽക്കണം എന്ന് പറയുന്നതിന് പകരം രാജ്യത്തെല്ലാ ജനങ്ങൾക്കും ഒരു നിയമം പോരെ? അഥവാ ഏക സിവിൽ കോഡ്, ഒരു വ്യക്തി നിയമം പോരെ? അതായാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കൂലേ എന്നൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സഹോദരിമാർക്ക് തോന്നും ആ പറയുന്നത് ശരിയല്ലേ എന്ന്. അതുകൊണ്ട് ഇത് വിശദീകരിക്കലും ഇതിനെ സംബന്ധിച്ച് ചർച്ചകളും നടക്കേണ്ടത് ആവശ്യമാണ്. അത് ഞാൻ ശരീഅത്തിന്റെ ഇത്തരം തെറ്റിദ്ധാരണകളിലേക്ക് വരുന്നതിന് മുമ്പ് ഏക സിവിൽ കോഡിന്റെ അപകടം എന്താണെന്ന് പറയാം. ഞാൻ പരമാവധി സഹോദരിമാർക്ക് കൂടി തിരിയുന്ന കോലത്തിൽ പറഞ്ഞു നോക്കും. ഏക സിവിൽ കോഡ് എന്നത് നിയമം എല്ലാ ജനങ്ങൾക്കും വരിക എന്നാണ്. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ പേരിൽ ഇന്ന് ഒച്ച വെക്കുന്നവരാരാ? ഇതിന്റെ പേരിൽ ഇന്ന് മുസ്ലിമീങ്ങളുടെ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി മുന്നോട്ട് വരുന്നതാരാ? സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദി എത്ര ലാഘവത്തോടു കൂടിയ ഇതൊക്കെ പറഞ്ഞു വെച്ചത്. ഒരു രാത്രി സമയത്ത് അർദ്ധരാത്രിയോടുകൂടി ശേഷം 1000-ന്റെയും 500-ന്റെയും നോട്ട് ഇനി എടുക്കൂല എന്ന് പറഞ്ഞ് നോട്ട് നിരോധിച്ചുകൊണ്ട് പിന്നെ കിട്ടേണ്ട നോട്ടിന് വേണ്ടി നാട്ടുകാരെ നെട്ടോട്ടം ഓടിയിട്ട് ജപ്പാനിൽ പോയി പീപ്പി വിളിക്കുന്ന പ്രധാനമന്ത്രി എന്ന കുട്ടിക്കളി കളിക്കുന്നവനെയാണ് നമ്മൾ കണ്ടത്. റോമാ പട്ടണം കത്തിയെരിയുന്ന സമയത്ത് വീണ വായിച്ച കൊട്ടാരത്തിലിരുന്ന നീറോ ചക്രവർത്തിയെ പറ്റി പുച്ഛത്തോടെ ചരിത്രം പറയുന്നുണ്ട്. ചരിത്ര വിദ്യാർത്ഥികളോട് ചോദിക്കുക, ആരായി നീറോ? ഒറ്റ വാക്കിൽ കുട്ടികൾ പോലും മറുപടി പറയും, റോമാ പട്ടണം കത്തുമ്പോൾ അത് ശ്രദ്ധിക്കാതെ തൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് വീണ വായിച്ചിരുന്ന ആളാണ്. അതയാളെ മഹത്വമല്ല, അത് അയാളുടെ ഇകഴ്ത്തലാണ്, അയാളോടുള്ള പുച്ഛം കൊണ്ടാണ് ചരിത്രം അത് പറയുന്നത്. ഒരുപക്ഷെ നാളെ ചരിത്ര വിദ്യാർത്ഥിയോട് ചോദിക്കും, ആരാണ് നരേന്ദ്രമോദി? 2 ഉത്തരമാണ് പറയാനുള്ളത്. ഒന്ന്, മുസ്ലിം സമുദായത്തെ ഗുജറാത്തിന്റെ തെരുവിൽ വെച്ചുകൊണ്ട് പച്ചക്ക് കത്തിച്ച ബജരംഗ് ദളിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത നരഭോജിയാണ് നരേന്ദ്രമോദി. രണ്ടാമതായി നരേന്ദ്രമോദി ആരാണെന്ന് പറയുമ്പോൾ പിന്നെ കിട്ടുന്ന ഉത്തരം, നോട്ടിന് വേണ്ടി നാട്ടുകാരെ നെട്ടോട്ടമോട്ടി പറഞ്ഞുകൊണ്ട് ജപ്പാനിൽ ചെന്നുകൊണ്ട് പീപ്പി വിളിച്ച ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന്. ആ വിധം ചരിത്രത്തിൽ എന്ത് സ്വാധീനമാണ് അയാൾക്കുള്ളത്? നരേന്ദ്രമോദി പറയുന്ന കാര്യം മുത്തലാഖ് ചൊല്ലപ്പെട്ട് ഒഴിവാക്കിയ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരിന് പരിഹാരം കാണാനാണ് ഏക സിവിൽ കോഡ് എന്നാണ്. പെണ്ണിന്റെ കണ്ണീരിനാണ് വില പറയുന്നതെങ്കിൽ മുസ്ലിം സഹോദരിമാരുടെ വേവലാതികളും സങ്കടപ്പാടുകളും മാറാനാണ് നരേന്ദ്രമോദി പറയുന്നതെങ്കിൽ, ത്വലാഖ് ചൊല്ലപ്പെട്ടതിൻ്റെ കഥകളാണ് നിരത്തുന്നതെങ്കിൽ, ത്വലാഖ് ചൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് കണ്ണീരിൻ്റെ കഥയുമായി രംഗത്ത് വരുന്നതിന് മുമ്പേ
സ്വന്തം കെട്ടിയ ഭാര്യ യശോദയെ ഗുജറാത്തിന്റെ തെരുവീതിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സായുജ്യമടിയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യം ചെയ്യേണ്ടത് തെരുവോരങ്ങളിൽ കഴിയുന്ന സ്വന്തം ഭാര്യയായിരുന്ന യശോദയെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരലാണ്. അത് ചെയ്യാതെ നരേന്ദ്രമോദി പറയുന്നത് സകലമാനതയും മുതലക്കണ്ണീരാണ്. നരേന്ദ്രമോദിക്ക് ഈ കാര്യം പറയാൻ എന്തർഹതയാണ്? ഇസ്ലാമിൽ 1-ാം തലാഖ് ചൊല്ലിയാൽ പെട്ടെന്നാണെങ്കിൽ നീങ്ങ് തിരിച്ചു പോന്നേക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യയായി. 2-ാമതും കെട്ടിച്ചൊല്ലിയാലും അതായി. ഇദ്ദകാലം കഴിഞ്ഞിട്ടാണെങ്കിലും നിക്കാഹ് പുതുക്കണമെന്നല്ലാതെ വീണ്ടും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കൂടെ പോകാം. 3-ാം തലാഖ് ചൊല്ലിയാലും 3 ഒന്നിച്ച് ചൊല്ലിയാലും മുത്തലാഖാകുമെങ്കിലും വിട പറയുന്നില്ല. നിബന്ധനകളുടെയും നടപടിക്രമങ്ങളുടെയും ചില കൂട്ടിവെച്ചാൽ വീണ്ടും മടക്കി വരാം. 3 തലാഖും ചൊല്ലിയവളെയും തിരിച്ചെടുക്കാനുള്ള കടമ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അർഹതയും അതിനുള്ള അധികാരവും ഇസ്ലാമിലുണ്ട്. ഇസ്ലാം ഒരു കാലത്തും ഒരു വകുപ്പിലും സ്ത്രീയെ ഒരു കാലത്തും തന്റെ ഇണയായി ഇനി കിട്ടരുത് എന്ന വിധത്തിൽ ഒഴിവാക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി യശോദയെ ചൊല്ലിയത് 3 അല്ല 300 പൂർണ്ണമായും വിവാഹമോചനം നടത്തിയിട്ട് ഇനി എനിക്ക് അവളെ വേണ്ട, അവൾക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള വകുപ്പ് വേണ്ട എന്ന വിധത്തിൽ അറുത്ത് മുറിച്ച് മാറ്റിയെടുത്തുകൊണ്ടാണ് യശോദയെ തെരുവിലേക്ക് തള്ളിയത്. 300 തലാഖും യശോദയെ ചൊല്ലിയവർക്ക് 3 തലാഖ് ചൊല്ലുന്ന മുസ്ലിം പെണ്ണിന്റെ കാര്യത്തിൽ പറയാനുള്ള അർഹതയില്ല. പിന്നെ തലാഖിന്റെ പേരിൽ വേവലാതി ആർക്കാൻ? ശ്രീമതി സതീദേവിക്കാണ്. ആരാണവർ? കേരള ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷ. അവരാരാ? CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ത്രീകളുടെ സംഘടന. ഞാൻ രാഷ്ട്രീയപരമായി CPM-നെ വിമർശിക്കുകയല്ല, അത് SKSF-ന്റെ ഒരു റൂട്ടല്ല. പക്ഷേ രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെട്ടുകൊണ്ട് ശരീഅത്തിന് നേരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് തിരിച്ചു പറയാനും തെറ്റു തിരുത്തി കൊടുക്കാനും വിമർശനത്തെ നേരിടാനും SKSF-നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മുമ്പിലും പകച്ചു നിൽക്കേണ്ട കാര്യവുമില്ല. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ അപ്പോസ്തലൻ, ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെയും കേരളീയ സമൂഹത്തിൻ്റെയും ചരിത്രത്തിന്റെ പരിപ്രേക്ഷ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏളംകുരം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിനോട് പോലും ശരീഅത്തിന്റെ വിവാദ കാലഘട്ടത്തിൽ പോകാൻ പറഞ്ഞ പ്രസ്ഥാനമാണ് മുസ്ലിമീങ്ങൾ. EMS പറഞ്ഞു, പ്രളയം വരെ ശരീഅത്ത് നിലനിൽക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല, മാറ്റപ്പെടണം, മാറാത്ത നിയമങ്ങൾ പാടില്ല, കാലത്തിനൊത്തുകൊണ്ട് ഇസ്ലാമിനെയും മാറ്റണം എന്ന് പറഞ്ഞു പെട്ടു. പിന്നെ പറഞ്ഞ് 4 കെട്ടണമെന്ന് ഏത് അള്ള പറഞ്ഞാലും ആ അള്ളയെ ഞാൻ തച്ചുടക്കും, അത് സ്വീകരിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞ EMS-ഉം EMS-ന്റെ കൂട്ടാളികളും. അവസാനം കോഴിക്കോട്ട് മുതലക്കുളത്തെ CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് EMS പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ശരീഅത്ത് എന്താണെന്ന് അറിയില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വിജുഗീഷു എന്ന് വിശേഷിപ്പിക്കാവുന്ന EMS-നെ പോലും ശരീഅത്തിന്റെ വിവാദ കാലഘട്ടത്തിൽ മുട്ടിട്ടേടാനും ഇച്ഛ വരപ്പിക്കാനും മുന്നോട്ട് വന്ന മുസ്ലിമീങ്ങൾക്ക് സതീദേവി ഒരു ഇരയല്ല. എന്താ സതീദേവി പറഞ്ഞത്? തൊലാഖു തന്നെ നിരോധിക്കണം, മുസ്ലിം സ്ത്രീകളെ തൊലാഖു ചൊല്ലി പിരിക്കുന്ന ഏർപ്പാട് ഒഴിവാക്കണം. ഞങ്ങൾ ഒഴിവാക്കാം, എല്ലാവരും ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സതീദേവിയുടെ പ്രഗത്ഭയായ നേതാവ്, കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകളെ എക്കാലത്തേക്കും തൊലാഖ് ചെല്ലാൻ വേണ്ടി കേരള ഹൈക്കോടതിയിൽ ജോയിന്റ് പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. അല്ല, പിണറായി വിജയന്റെ മോൻ തൻ്റെ മരുമകളെ, തൻ്റെ ഭാര്യയെ തൊലാഖ് ചെല്ലാൻ കൊടുത്ത ആരജിക്ക് കോടതിയുടെ വിധി കിട്ടിയിട്ട് പോരെ സതീദേവി തൊലാഖ് നിരോധിക്കാൻ? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭനായ നേതാവാണ് TV തോമസ്. TV തോമസിന്റെ ഭാര്യയായിരുന്നു KR ഗൗരിയമ്മ. രണ്ടാളും ഒന്നിച്ച് ജീവിക്കുന്നത് കയർ വ്യവസായത്തിലെ ഫാക്ടറിയിലെ തൊഴിലാളികളായിട്ടാണ്. അവസാനം രണ്ടാളും പ്രേമിച്ചുകൊണ്ട് കല്യാണം കഴിച്ചു. അതാണ് മിക്സഡ് വിവാഹം, അതാണ് മിശ്ര വിവാഹം. TV തോമസ് എന്ന ക്രിസ്തീയ കാനേശുമാരി അംഗവും KR ഗൗരിയമ്മ എന്ന ഈഴവ സ്ത്രീയും തമ്മിൽ നടന്ന മിശ്ര വിവാഹം.
പിന്നെ പാർട്ടി രണ്ടായതിന്റെ പേരിൽ ഗൗരിയമ്മയോട് ഒരിക്കലും ടി വി തോമസുമായി ബന്ധം പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ടി വി തോമസിനോടും പാർട്ടി അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ടി വി തോമസ് ഗൗരിയമ്മയെ എന്നേക്കുമായി ത്വലാഖ് ചൊല്ലി വിവാഹബന്ധം പിരിച്ചു. ബെർലിൻ മതിൽ പോലെ അവർക്കിടയിൽ ഒരു മതിലും കെട്ടിപ്പൊക്കി രണ്ട് വീട്ടുകാരും തമ്മിൽ കാണാതിരിക്കാൻ. മനസ്സുകൊണ്ട് ഗൗരിയമ്മക്ക് ടി വി തോമസിനെ പിരിയാൻ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടും എപ്പോഴെങ്കിലും ടി വി തോമസിനെ കാണണേ എന്ന് മനസ്സിലാക്കി ഗൗരിയമ്മ ഇടയ്ക്കിടയ്ക്ക് ടി വി തോമസിന്റെ വീട്ടിൽ പോകാൻ ശ്രമിച്ചത്. പക്ഷേ അതിനി പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെർലിൻ മതിൽ കെട്ടിപ്പൊക്കി ഒരു ഗേറ്റ് ഇട്ട് പൂട്ടുകൊണ്ട് പൂട്ടി സഖാക്കളെ കാവലിരുത്തിയത് പാർട്ടി. അവസാനം ടി വി തോമസിന് ഒരു നോക്ക് കാണാൻ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സമയത്ത് അർദ്ധരാത്രി സമയത്ത് ആരും കാണാതെ നട്ടപ്പാതിരാക്കാണ് ജനൽപാളിയുടെ പിറകിൽ നിന്നുകൊണ്ട് അവസാന ശ്വാസം വലിച്ച് മരിക്കാൻ കിടക്കുന്ന ടി വി തോമസിനെ ഒരു നോക്ക് കണ്ടുകൊണ്ട് ഗൗരിയമ്മ കണ്ണീർ പൊടിച്ചുകൊണ്ട് മടങ്ങിപ്പോയത്. ഇത് ഞങ്ങൾ പറയുന്ന കഥയല്ല. UVK എന്ന CPIയുടെ സമുന്നതനായ ദേശീയ നേതാവ് എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. അതിലുണ്ട് ടി വി തോമസിന്റെയും ഗൗരിയമ്മയുടെയും ദാമ്പത്യ ജീവിതത്തിന്റെ കറുത്ത നാളുകൾ വിശദീകരിക്കുന്നത്. ഗൗരിയമ്മയെ പുറത്താക്കി പിണ്ടം വെച്ച് പടിയടച്ചവർക്ക് മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ശരീഅത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ത്വലാഖിന്റെ കാര്യത്തിൽ വിമർശിക്കാനുള്ള അർഹതയില്ല. അവർ ചെയ്യുമ്പോൾ അത് അന്തസ്. സിനിമാ നടനും സിനിമാ നടിയും പ്രേമിച്ചിട്ടാണ് വിവാഹം ചെയ്തതെങ്കിൽ അത് ഒരു കൊല്ലം പൂർത്തിയാവാതെ ഡൈവേഴ്സ് ആകുന്ന കഥയാണ് സിനിമാ ലോകത്തെ ചരിത്രം. ദിലീപ് മഞ്ജു വാര്യരെ ത്വലാഖ് ചൊല്ലിയാൽ അത് അന്തസ്, അതിനൊക്കെ സ്റ്റാറ്റസ്. സിനിമാ നടന്മാർക്ക് നടിമാരെ കെട്ടി അവരുടെ ആഗ്രഹം തീരുന്ന സമയത്ത് അവരെ പച്ചക്ക് വലിച്ചെറിയാം. അതിനെ പേരിൽ ആരും വിമർശനമില്ല. ഒരു ചാനലിന്റെ അവതാരകർക്കും ഒരു സിനിമാ നടിയുടെയും കഥകളെ പറയാനുള്ള അവസരമില്ല. നാറുന്ന കഥകളും തീഷ്ണതയുടെ കഥകളും കണ്ണീരിന്റെ കയത്തിലേക്ക് മുങ്ങപ്പെട്ട കഥകളുമാണ് സിനിമാ ലോകത്തെ ദാമ്പത്യ ബന്ധത്തിന്റെ കഥകൾ പറയാനെങ്കിൽ ആ കലയെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമാക്കുകയോ അല്ലെങ്കിൽ അത്തരം ആളുകളെ ചാനലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ചർച്ച നടത്താനും ഒരു അന്തിച്ചർച്ചക്കും തയ്യാറാവാത്ത ചാനലുകാർക്ക് മുസ്ലിം പെണ്ണിന്റെ കണ്ണീരൊഴുക്കാനുള്ള അർഹതയില്ല. ഇസ്ലാമിന്റെ നേരെ വരണ്ട. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിവാഹമോചനം നടക്കുന്ന ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിവാഹമോചനം നടക്കുന്ന രണ്ടാം ജില്ല കൊല്ലമാണ്. 70% മുസ്ലിങ്ങൾ പാർക്കുന്ന ജില്ലയാണ് മലപ്പുറം. രണ്ടാം സ്ഥാനം മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് കൊല്ലം. രണ്ട് ജില്ലയിലും ഗണ്യമായി വിവാഹമോചനം കുറവെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സർവേയാണ്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പറയട്ടെ, ഇസ്ലാം ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിച്ച മതമല്ല. ഇസ്ലാം വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിച്ച മതമല്ല. ഇസ്ലാം അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇരട്ടിക്കിരട്ടി ചെയ്യുന്നവരും അതിനേക്കാൾ ഡബിളിന്റെ അപ്പുറത്തേക്ക് ചൊല്ലുന്നവരുമാണ് ഇസ്ലാമിന് നേരെ കുതിര കയറാൻ വരുന്നത്. ഇവരുടെ വർത്താനം കേട്ടാൽ തോന്നും ഇന്ന് ഏറ്റവും വലിയ ഇന്ത്യയുടെ ക്രൈസിസ് ഏതാ? മുത്തലാഖാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ തുവക്കുന്നകാരാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓർമ്മയിൽ ഈ തുവക്കുന്നിൽ എത്ര മുത്തലാഖ് നടന്നു? എത്ര നടന്നു? ഇസ്ലാമിൽ 3 ത്വലാഖിന്റെ കാറ്റഗറി ഉണ്ടായതുകൊണ്ടാണ്, 3 തലാഖിന്റെ സ്റ്റേജ് ഉള്ളത് കൊണ്ടാണ് മുത്തലാഖ് വർത്തമാനമായത്. മറ്റുള്ള എല്ലാ ആളുകളിലും ഉള്ളത് മുത്തലാഖല്ല. ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ 300 എന്ന് പറഞ്ഞ തീരെ എടുക്കാൻ പറ്റാത്ത ചൊല്ലലാണ്. ആ ആളുകൾ അവരെന്തിനാ മുത്തലാഖിന് നേരെ വരേണ്ട കാര്യം? അത് പരിഹരിക്കാനുള്ള മാർഗം, മുത്തലാഖ് പെണ്ണിന്റെ കണ്ണീര് പറഞ്ഞിട്ട് പരിഹരിക്കാനുള്ള മാർഗം ഏക സിവിൽ കോഡാണോ? ഏക സിവിൽ കോഡ് വേണമെന്ന വിധത്തിലാണ് ലോ കമ്മീഷൻ വെബ്സൈറ്റിൽ 18 ചോദ്യം ചോദിച്ചത്. 18 ചോദ്യത്തിൽ ഒരു ചോദ്യം, മുസ്ലിം പെണ്ണിന് ബുദ്ധിമുട്ടാണോ മുത്തലാഖ്? ആണെങ്കിൽ പരിഹാരം ഏക സിവിൽ എന്ന രൂപത്തിൽ അതിനെ കമന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ശരി ഉത്തരം കൊടുക്കാൻ ഏക സിവിൽ കോഡ് വേണമെന്ന് പറയാനുള്ള ഒരു നിർദ്ദേശം.
എന്നിട്ട് എന്താ പറയുന്നത്? ഇതാ ഇത്ര ശതമാനം ആളുകൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാട്യം. രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിന്റെ അവകാശങ്ങളെ രാജ്യത്തെ ഗവൺമെന്റ് ഭരണഘടനാ ശില്പികൾ വകവെച്ച് തന്നത് ഭൂരിപക്ഷത്തിന്റെ മനോഗതി തിട്ടപ്പെടുത്തിയിട്ടല്ല. ഭൂരിപക്ഷം ഇഷ്ടമല്ലെങ്കിൽ പോലും ന്യൂനപക്ഷത്തിന്റെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഭരണഘടനയിൽ പറയുന്ന മുഹമ്മദല്ലോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ കിട്ടേണ്ട അവകാശങ്ങളെ അടിക്കാലം വരെ തന്നതും തരേണ്ടതും സംരക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതും ഭൂരിപക്ഷം അതിനെ സമ്മതിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. ന്യൂനപക്ഷാവകാശം എന്ന് പറയുന്നത് ഭൂരിപക്ഷക്കാരുടെ സമ്മതത്തോടല്ല. അത് അവകാശം തന്നെയാണ്. അതിനെന്തിനാ വോട്ടെടുപ്പ്? അതിനെന്തിനാ സർവേ? അതുകൊണ്ടാണ് പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞത് സർവേ റിപ്പോർട്ടിനെ ചോദ്യാവലിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ആവശ്യമില്ല. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഒരു ഭാഗമാണ്. ഞാൻ വിഷയത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം. അതുവരെ സഹോദരന്മാർ മനസ്സിലാക്കണം, ഭരണഘടനയുടെ ഒരു ഭാഗത്ത് പറയുന്ന കാര്യമാണ് മൗലികാവകാശം. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 14 റിപ്പബ്ലിക് ജനുവരി 26 സ്വാതന്ത്ര്യാനന്തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കലാണ്. അങ്ങനെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് നേരത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുവദിച്ച കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അതേപടി അനുവദിച്ചുകൊണ്ട് തന്നെയാണ് ഭരണഘടന ഉണ്ടാക്കിയത്. ആ കൂട്ടത്തിലാണ് മൗലിക അവകാശത്തിന്റെ ഭാഗമായി മതസ്വാതന്ത്ര്യം വെച്ചത്. മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള പെർമിറ്റ്. അതാണ് മൗലികാവകാശത്തിന്റെ ഒരു ഭാഗം. 25ാം ഖണ്ഡികയിൽ പറയുന്നത് അതാണ്. ഓരോരുത്തർക്കും അവരവരുടെ മതം പറയാൻ, മതം വിശ്വസിക്കാൻ, മതം ആചരിക്കാൻ, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യ. ഇതെല്ലാം പൊളിച്ചേരി അങ്ങനെ മതസ്വാതന്ത്ര്യം കൊടുക്കാതെ എല്ലാം കൂടി കൂട്ടിക്കുവച്ചിട്ട് ഒന്നാക്കാം എന്നാണ് ഈ സിവിൽ കോഡ് പറയുന്നത്. അത് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വത്തിൽ പറയുന്നതാണ്. നമ്മുടെ നാടായത് ഇന്ത്യയാകുന്നത് ഏറ്റവും വലിയ പ്രത്യേകത നാനാത്വത്തിൽ ഏകത്വം ഉള്ളത് കൊണ്ടാണ്. അതായത് ബഹുസ്വരത. എല്ലാ ആൾക്കാരും, മതക്കാരും ജാതിക്കാരും ദേശക്കാരും ഭാഷക്കാരും ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യ. ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകമുണ്ട്, വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ മുൻ രാഷ്ട്രപതി, അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ഇന്ത്യൻ ഫിലോസഫി. രണ്ടും ഒരുപാട് അവാർഡ് കിട്ടിയ പുസ്തകമാണ്. ഭാരതീയ ദർശനവും ഇന്ത്യയെ കണ്ടെത്തലും. ആ രണ്ട് പുസ്തകത്തിൽ ഇന്ത്യയെ എന്താണെന്ന് അവർ രണ്ടാളും അവതരിപ്പിക്കുന്നത് ഒരേ ശൈലിയിലാണ്. ഏകദേശം അവർ പറയുന്നതിന് രത്നച്ചുരുക്കം എങ്ങനെയാണ്? ഇന്ത്യ എന്നത് ഞങ്ങളുടെ നാടാണ്. ഇന്ത്യ ഈ രാജ്യത്തെ കടന്നു വന്ന, ഈ രാജ്യത്ത് ഒരുപാട് മതങ്ങളെ പെറ്റു വളർത്തിയ മണ്ണാണ് ഞങ്ങളുടെ ഭാരതാംബയുടെ മണ്ണ്. ഒരുപാട് മതങ്ങളെ മാടി വിളിച്ച് മാറോട് ചേർത്തുകൊണ്ട് മുലയൂട്ടി വളർത്തിയ നാടാണ് ഞങ്ങളുടെ നാട്. ആ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ജ്വാജ്വല്യമാനമാകുന്നത് ഈ ബഹുസ്വരതയാണ്. എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നതാണ്. ഇക്ബാൽ പറഞ്ഞതുപോലെ ഈ നാട് പൂങ്കാവനമാണ്. സാരേ ജഹാസെ ഹച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് ഈ രാജ്യത്തെ ഉജ്ജ്വലമാക്കിയ കവി അദ്ദേഹത്തിൻ്റെ പദ്യ ശകലങ്ങളിലൂടെ കടന്നുപോയി പറയുന്നത് ഈ ഇന്ത്യ ഒരു പൂങ്കാവനമാണ്. പൂങ്കാവനം, ആരാമം, പുഷ്പചോദ്യാനം, പൂന്തോപ്പ്. ആ പൂന്തോപ്പിൽ എല്ലാ പൂക്കളുണ്ടെങ്കിലേ ആ പൂന്തോട്ടത്തിലൊരു സൗരഭ്യമുള്ളൂ. അല്ലാതെ എന്തിന് സൗരഭ്യമാണ്? ഒരു പൂക്കൾ മാത്രമോ? ചെട്ടിപ്പൂ വേണം, ജമന്തി വേണം, സൂര്യകാന്തി വേണം, എല്ലാം വേണം, മുല്ലപ്പൂ വേണം, തെച്ചി വേണം. അതെല്ലാം കൂടി കൂടുമ്പോൾ വിവിധ വർണ്ണം, വിവിധ കോലം, വിവിധ സ്മെല്ല് എല്ലാം ചേരുമ്പോഴാണ് ഈ സുഗന്ധ വർണ്ണ വൈവിധ്യങ്ങളുടെ പൂന്തോപ്പിന്റെ സൗരഭ്യമുണ്ടാകുന്നത്. അതെല്ലാം പൊളിച്ചെടുത്ത് ഒരൊറ്റ വർണ്ണം മതി, ഒരൊറ്റ കാവിപ്പൂ മതി, വേറൊന്നും ഇവിടെ വിരിയണ്ട എന്ന് പറയുന്നത് ഫാസിസ്റ്റ് നിലപാടാണ്. അത് ഇന്ത്യയുടെ സൗന്ദര്യം അങ്ങ് കുറയും. അത് ഇന്ത്യയല്ല. അതുകൊണ്ട് ഇന്ത്യയുടെ നാനാത്വം, ഈ നാനാത്വം എന്ന് പറയുന്നത് നാനാവകവും ഉള്ളതിൽ ഇന്ത്യ എന്ന് പറയുന്ന ഏകത്വം. ആ ഏകത്വം, ആ നാനാത്വം ഇന്ത്യക്കില്ലെങ്കിൽ പിന്നെ ഇന്ത്യയല്ല. അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ പലതും ഇവിടെ ഒരുമിച്ച് കൂടണം. ആചാരങ്ങൾ പലതും ഇവിടെ ഒരുമിച്ച് കൂടണം.
അതുണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അറിയാൻ സാധിക്കുന്നത്. ഇതൊക്കെ അങ്ങ് പൊളിച്ചു മാറ്റി എത്ര കൊല്ലങ്ങളെ കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് അതിപൗരാണിക ചരിത്രമാണെന്ന് പറയുമ്പോൾ, ലോകത്താദ്യം മനുഷ്യൻ വസിച്ച കാലഘട്ടം മുതൽ സിന്ധു നദീതീരത്ത് വസിച്ചിരുന്നവരും മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൻ്റെയും ആളുകൾ കുറിക്കപ്പെട്ട മണ്ണിന്റെ ചരിത്രത്തിന്റെ ഗാഥ പറയപ്പെടുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിന്റെ ലോക ചരിത്രത്തിൽ ജ്വലമാക്കി നിർക്കാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ കൂടി ഒന്നിച്ചൊരൊറ്റ ചെമ്പിൽ വേവിക്കാൻ കഴിയില്ല. ആ വാദം തെറ്റാണ്. ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്നവർ ഭരണഘടനയെ പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഭരണഘടന നമുക്ക് അവകാശം പറയുന്നുണ്ട്. അപ്പൊ പിന്നെന്തിനാണ് ഭരണഘടനയിൽ തന്നെ പറയുന്ന കാര്യമല്ലേ ഏക സിവിൽ കോഡ്? എന്നാ പിന്നെ അത് എഴുതി വെക്കേണ്ടിയിരുന്നോ? അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. രാജ്യത്തെല്ലാ പൗരന്മാർക്കും ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ വന്നാൽ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് പറയുന്നു മാർഗനിർദ്ദേശക തത്വത്തിന്റെ 44-ാം അനുച്ഛേദത്തിൽ. അപ്പൊ ഒരു ഭാഗത്ത് പറയുന്നത് എന്താ? എല്ലാ മതങ്ങളും വിശ്വസിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകുന്ന മൗലിക അവകാശം. മാർഗനിർദ്ദേശക തത്വത്തിൽ പറയുന്നത് എന്താ? എല്ലാ മതങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കണ്ട, എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ഒരു കോമൺ സിവിൽ കോഡ്. അതായിക്കോട്ടെ, രണ്ടും ഭരണഘടനയിലുണ്ട്, പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പറയുന്നത് എന്താ? ഒന്ന് മൗലിക അവകാശം, മറ്റേത് മാർഗനിർദ്ദേശക തത്വം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഫർളും മറ്റേത് സുന്നത്തുമാണ്. ഫർള് അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ട കാര്യമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർള് ഉപേക്ഷിച്ചൊരു സുന്നത്ത് പറ്റൂല. ഫർള് നിലനിർത്തിക്കൊണ്ട് സുന്നത്ത് പറ്റുമെന്നുണ്ടെങ്കിലാവാം, അല്ലെങ്കിൽ ആ സുന്നത്ത് ഉപേക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് മാർഗനിർദ്ദേശക തത്വത്തെ പറ്റി പറയുന്നതിന് മുമ്പ് അതേ മാർഗനിർദ്ദേശക തത്വത്തിന്റെ 45-ാം അനുച്ഛേദത്തിൽ പറയുന്നത് രാജ്യത്തെ എല്ലാ ഭാഗത്തും സമ്പൂർണമായും മദ്യം നിരോധിക്കണം എന്നാണ്. മദ്യനിരോധനത്തിന് വേണ്ടി ഗവൺമെന്റ് ഒരു സർവേ പ്രസിദ്ധീകരിച്ചാൽ ഒരു കമ്മീഷനെ നിയമിക്കട്ടെ. എന്നിട്ട് ആ കമ്മീഷനോട് ചോദ്യം ചോദിക്കട്ടെ, മദ്യം നിരോധിക്കണം, സ്ത്രീകളുടെ കഷ്ടപ്പാട് മാറാൻ, കുടുംബത്തിന്റെ കലാപങ്ങൾ നിൽക്കാൻ, റോഡ് ആക്സിഡന്റുകൾ മാറാൻ, അപകടകരമായിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ചെടുക്കാൻ മദ്യം നിരോധിക്കണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ചോദിച്ചാൽ മുഴുകുടിയന്മാരും കള്ള് കച്ചവടക്കാരും ഒഴിച്ചു ബാക്കി എല്ലാവരും പറയും നിരോധിക്കണം. അപ്പൊ ജനങ്ങൾ മുഴുവനും പറയാവുന്ന കാര്യമാണ് നിരോധിക്കണം. അതിനാവട്ടെ മൗലികാവകാശം എതിരായി അപ്പുറത്തില്ലതാനും. മൗലികാവകാശം നേരെ ഏതെങ്കിലും ഗണ്ണികയിൽ പറയുന്നുണ്ടോ? ജനങ്ങൾക്കെല്ലാം ദാഹിക്കുമ്പോൾ മദ്യം കുടിക്കാൻ വേണ്ടി അനുമതി കൊടുക്കണം, അവന്റെ സ്വാതന്ത്ര്യമാണെന്ന് ഭരണഘടനയുടെ മൗലികാവകാശത്തിനുണ്ടോ? ഇല്ല. മൗലികാവകാശം തടസ്സമില്ലാത്ത കാര്യമാകുന്നു മാർഗനിർദ്ദേശക തത്വത്തിന്റെ 45-ാം ഭാഗത്ത് പറയുന്ന സമ്പൂർണ്ണ മദ്യ നിരോധനം. എന്തേ ഗവൺമെന്റ് അതിന് ശ്രമിക്കാത്തത്? ഭരണഘടനയുടെ 47-ൽ പറയുന്നത് എന്താ? രാജ്യത്തെല്ലാവർക്കും സൗജന്യമായ വിദ്യാഭ്യാസം, എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം, ഫ്രീ ആയി ഗവൺമെന്റ് ചെലവിൽ വിദ്യാഭ്യാസം. അത് കൊടുക്കണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിലപാടെന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യാവലി ലോ കമ്മീഷൻ പുറത്തിറക്കട്ടെ. എല്ലാവരും പറയും, ഇന്ത്യ വിലക്കെടുക്കാൻ സ്വത്തുള്ള അംബാനി പോലും പറയും എൻ്റെ മോനും വെറുതെ പഠനം കിട്ടണം. ആരും വെറുതെ കിട്ടി ഒഴിവാക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിന് പോസിറ്റീവായി കമന്റ് ചെയ്യും. വേണം സമ്പൂർണ്ണ വിദ്യാഭ്യാസം കൊടുക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. മാർഗനിർദ്ദേശക തത്വത്തിന്റെ 47-ാം അനുച്ഛേദത്തിൽ പറയുന്ന കാര്യം പൂർത്തിയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിലപാട് എന്താണ് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ കൈപ്പൊക്കും. എന്നാലാവട്ടെ ഒരു മൗലികാവകാശം അതിനെതിരായിട്ടില്ലതാനും. ഏതെങ്കിലും മൗലികാവകാശത്തിലുണ്ടോ? ഒരു കാരണവശാലും പഠിക്കാതിരിക്കുക എന്നത് ഇന്ത്യന്റെ ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യമാണ്. അതുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയില്ല. അതുകൊണ്ട് 45-ഉം 47-ഉം ജനങ്ങൾക്കൊക്കെ വേണം. ഒരു മൗലികാവകാശം അത് വേണ്ടെന്ന് പറയുന്ന തടസ്സമില്ല. അതിനെപ്പറ്റി ഒരക്ഷരം പറയാതെ 44-ാം അനുച്ഛേദത്തിലുള്ള കോമൺ സിവിൽ കോഡ് ജനങ്ങൾക്ക് മുഴുവനും ഒരു നിയമം കൊണ്ടുവരുന്നത് കൊണ്ട് തകരാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഒരുപക്ഷെ മതം വേണമെന്ന് പറയുന്നവർ മുഴുവനും വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് നേരെ മൗലികാവകാശം തടസ്സം നിൽക്കുന്നുമുണ്ട്. 25-ാം ഖണ്ഡിക തടസ്സം നിൽക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും എന്താ 45-ലും 47-ലും തൊടാതെ 44-ൽ മാത്രം കടിച്ചു തൂങ്ങേണ്ട കാര്യം? അതിന്റെ ഉദ്ദേശം ഇസ്ലാമിക വിരോധം, ക്രൈസ്തവ വിരോധം, ദളിത് വിരോധം, സഖ്യ വിരോധം, പാഴ്സി വിരോധം, ജൈന വിരോധം, ബുദ്ധ വിരോധമാണ്. മറിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു തത്വം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഹിന്ദുത്വവൽക്കരണമാണ്.
അതിൻ്റെ ഭാഗമാണ് BJP ചെയ്തു കൂട്ടുന്ന ഈ വിടവായുത്തങ്ങൾ. രണ്ടാമതായി ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഏക സിവിൽ കോഡ് വേണ്ടാന്ന് ഞങ്ങൾ പറയും. ഞങ്ങളൊരു ബാനർ പിടിച്ച് അപ്പുറത്ത് നിൽക്കിയിരിക്കാം. ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് ഏക സിവിൽ കോഡ് വേണ്ട. പിന്നെ ഞങ്ങൾക്ക് എന്ത് മതി? ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം മതി. ഞങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് വിവാഹം ഞങ്ങൾ പറയുന്ന പോലെ, ഞങ്ങളെ നബി പറഞ്ഞ പോലെ, ഞങ്ങളുടെ അള്ള പറഞ്ഞ പോലെ, ഞങ്ങളുടെ ഖുർആൻ പറഞ്ഞ പോലെ പെണ്ണ് കെട്ടാനും അത് ത്വലാഖ് ചൊല്ലേണ്ടി വന്നാൽ ചൊല്ലാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. വഖഫ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം. സ്വത്ത് എങ്ങനെ കൊടുക്കണം, അത് ഞങ്ങളുടെ അവകാശമാണ്. അതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഞങ്ങൾക്ക് ഏക സിവിൽ കോഡ് വേണ്ട. തൊട്ടപ്പുറത്ത് ഹിന്ദു സുഹൃത്ത് നിൽക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾക്കും ഏക സിവിൽ കോഡ് വേണ്ട. ഞങ്ങളുടെ ഭഗവത്ഗീത പറയുന്ന പോലെ, ഞങ്ങളുടെ വേദാന്തകളും ഉപനിഷത്തുകളും പറയുന്നത് പോലെ ജീവിക്കാനുള്ള അർഹത ഞങ്ങൾക്ക് വേണം. ഹൈന്ദവതയുടെ അടിസ്ഥാന വർഗങ്ങളായ ദലിതുകാരും പുലയപ്രീതിയ ജാതിക്കാരും ഗോത്രങ്ങളായിക്കൊണ്ട് ഉത്തരേന്ത്യയുടെ മുഴുവൻ ഭാഗത്തും കുടിൽ വ്യവസായം പോലെ പരന്നു കിടക്കുന്ന ഗോത്രവും വർഗങ്ങളുടെ വിവിധ തരങ്ങളിലുള്ള വിവാഹ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ ഗോത്രം പറയുന്ന പോലെ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് സമ്മതം കിട്ടണം. ഞങ്ങളുടെ വംശം ചെയ്തു പോകുന്ന പോലെ, ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാർ ചെയ്തു പോന്നിട്ടുള്ള സംസ്കാരം പോലെ ഞങ്ങളെ വധുവിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. കോമൺ സിവിൽ കോഡ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നു ഹൈന്ദവതയുടെ ദലിതുകാർ. തൊട്ടപ്പുറത്ത് ക്രിസ്തീയ സുഹൃത്തുണ്ട്. അയാൾ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് ഏക സിവിൽ കോഡ് വേണ്ട. ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാണ്. ഞങ്ങളുടെ ബൈബിളിന്റെ സിദ്ധാന്ത പ്രകാരം പള്ളിയിലെ അച്ഛന്റെ സമ്മതം മൂളൽ പോലെ, പള്ളിയുടെ അച്ഛന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സമ്മതം കൊടുക്കൽ പോലെ, മോതിര കൈമാറ്റം പോലെ ഞങ്ങൾക്ക് പെണ്ണ് കെട്ടാനും ഞങ്ങളുടെ വധുവിനെ സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മതി. അതൊക്കെ കൂട്ടിക്കൊടിച്ച് എല്ലാം കൂടി സാമ്പാറാക്കി വെക്കണമെന്ന് പറയുന്നത് ഏക സിവിൽ കോഡ് വേണ്ട. സിഖ് അങ്ങനെ പറയുന്നു, ബുദ്ധൻ അങ്ങനെ പറയുന്നു, ജൈനൻ അങ്ങനെ പറയുന്നു. മതവിശ്വാസികൾ മുഴുവനും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു ബാനർ പിടിച്ചുകൊണ്ട് പറയുന്നു, വേണ്ട ഞങ്ങൾക്ക് ഏക സിവിൽ കോഡ് വേണം, ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം. ഇപ്പുറത്ത് നിൽക്കുന്നതാരാ? ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാ? ഏക സിവിൽ കോഡിന്റെ ഒരു ബാനർ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ ഒരുത്തൻ എന്താ? ഒരുത്തൻ CPM, വേറൊരുത്തൻ BJP. ഞാൻ പാർട്ടിക്കെതിരല്ലേ? പാർട്ടിക്കെതിരല്ല. ശരീഅത്തിന്റെ കാര്യത്തിൽ ആര് പറഞ്ഞാലും ആ പാർട്ടിക്കും എതിരാണ്. ബാനറിന്റെ പിറകെ നിന്നുകൊണ്ട് പറയുന്നത് എന്താ? CPM ഇപ്പോൾ പറയുന്ന ഏക സിവിൽ കോഡ് വേണ്ടാൻ. പക്ഷേ നേരത്തെ ഏക സിവിൽ കോഡിന് വേണ്ടി അതിശക്തമായി മുറവിളി കൂട്ടിയത് CPM ആണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. അവർ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാ ഏക സിവിൽ കോഡ് വേണ്ട, മുത്തലാഖ് നിരോധിച്ചാൽ മതി, ത്വലാഖ് നിരോധിച്ചാൽ മതി, ഏക സിവിൽ കോഡ് ഒന്നും വേണ്ട. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൊണ്ടുവരുന്ന സാധനം നരേന്ദ്രമോദി ആയതുകൊണ്ട് മാത്രമാണ്. നരേന്ദ്രമോദി ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് കൊണ്ടാണ് CPM ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് വേണ്ടാഞ്ഞിട്ടല്ല. അവർക്ക് ഇവരെക്കാൾ എന്നോ വേണ്ടത് ഏക സിവിൽ കോഡാണ്. കാരണം ഏറ്റവും ശക്തമായി EMS പണ്ടേ പറഞ്ഞത് അതാണ്. അതിശക്തമായി ഇവിടെ വിഷയമുണ്ടായത് അതുകൊണ്ടാണ്. ഭിന്നിച്ചു 11 കൊല്ലം കൊണ്ടും കൊടുത്തും പ്രവർത്തിച്ച രാഷ്ട്രീയമായ അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറക്കുക പൊറുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചു ലയിച്ചു ചേരാനുള്ള കാരണം ഏക സിവിൽ കോഡ് വേണമെന്ന് EMS പറഞ്ഞതിന്റെ പേരിലാണ്. മറക്കാറായിട്ടില്ല. ലീഗ് ഒന്നിച്ചത് CPM-ന്റെ ശരീഅത്ത് വിരോധം കൊണ്ടാണ്. അപ്പൊ അവർക്ക് നേരത്തെ ഏക സിവിൽ കോഡ് വാദമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് അത് വേണ്ട. അതിനർത്ഥം എന്താ? നരേന്ദ്രമോദി കൊണ്ടുവന്ന ഏക സിവിൽ കോഡ് ഞങ്ങൾക്ക് ഏതായാലും പറ്റൂല. എന്നാൽ ഏക സിവിൽ കോഡ് കമ്മ്യൂണിസ്റ്റുകൾക്ക് പറ്റില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന ഏക സിവിൽ കോഡ് നരേന്ദ്രമോദിമാർക്കും പറ്റൂല. അവർക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ രണ്ടു കൂട്ടർ ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുന്നവരാ. ഇവർ രണ്ടാളും പൊരുത്തല്ല. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട്. അതാരാ? ഫെമിനിസ്റ്റുകൾ, സ്ത്രീവർഗത്തിന് വേണ്ടി പടപൊരുതുന്ന വർഗം. ഫെമിനിസ്റ്റുകളെ പറയും ഏക സിവിൽ കോഡ്. ആ ഫെമിനിസ്റ്റുകളെ പറയുന്ന ഏക സിവിൽ കോഡ് ഈ രണ്ട് സാധനവും പറഞ്ഞ ഏക സിവിൽ കോഡ് അല്ല. പിന്നെ മുസ്ലിം പേരുള്ള ഹമീദ്, ചേന്നമംഗലൂർ, MN കാരശ്ശേരി, ആരിഫ് ഖാന്റെ പിന്മുറക്കാർ, ആര്യാടൻ വർഗക്കാർ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഇസ്ലാമിക അന്തസ്, ഇസ്ലാമിക പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കുത്തുന്നവർ, ഇസ്ലാമിനെ ചൊറിയുന്നവർ, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ, അവർ പറയുന്ന ഏക സിവിൽ കോഡുണ്ട്. അവർ ഈ 3 പാളും പറഞ്ഞ ഏക സിവിൽ കോഡല്ല, അത് വേറെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്നവർക്ക് ഒരു ബാനറിന്റെ പിറകെ നിന്നുകൊണ്ട് ഒന്നിച്ചൊരൊറ്റ ശബ്ദം പറയാൻ കഴിയില്ല. ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഏക സിവിൽ കോഡ് വാദികൾക്ക് ഒരു മേശക്ക് ചുറ്റുമിരുന്നുകൊണ്ട്, ഒരു വട്ടമേശക്ക് ചുറ്റുമിരുന്നുകൊണ്ട് ഒരു കോമൺ നിയമം വരി തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കോമൺ വാദം ഉച്ചരിക്കാൻ കഴിയാത്തവർക്കാണോ ഒരു കോമൺ സിവിൽ കോഡ് കൊണ്ടുവന്ന് ബഹുസ്വര സമൂഹത്തിന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? കഴിയില്ല. ഏക സിവിൽ കോഡ്
ഏക സിവിൽ കോഡ് വരുമെന്ന് പറയുന്ന വാദം കോഴിക്ക് മുല വരുമെന്ന് പറയുന്ന വാദം പോലെയാണ്, നടക്കാത്ത കാര്യമാണ്. എന്ത് ഏക സിവിൽ കോഡ്? ഇവർക്ക് തന്നെ ഒരു പൊരുത്തല്ല. ഇവർക്ക് നമ്മളോട് പറയുമ്പോൾ ഏക സിവിൽ കോഡ് ഞങ്ങൾ അങ്ങനാക്കും ഇങ്ങനാക്കും ചേമ്പാക്കും. പക്ഷെ ഇവർ പൊരുത്തപ്പെടാത്ത വൈരുദ്ധ്യങ്ങളുടെ, സംഘടനകളുടെ, സംഘർഷങ്ങളുടെ, എതിർപ്പുകളുടെ, വിരോധാഭാസത്തിന്റെ കലവറകൾക്ക് എന്ത് ഏക സിവിൽ കോഡ്? അതുകൊണ്ട് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഇസ്ലാം ഇസ്ലാം ശരീഅത്ത് പെണ്ണ് ബഹുഭാര്യത്വം തൊലാക്ക് എന്നിങ്ങനെ പറയാൻ നിൽക്കണ്ട. പകരം കൊണ്ടുവരാവുന്ന സംവിധാനത്തെ കുറിച്ചുകൊണ്ട് ഏകീകരണം നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് മതി ഞങ്ങളുടെ തൊലാഖിന് നേരെ ശബ്ദിക്കാൻ, എന്നിട്ട് മതി ഇസ്ലാമിന് നേരെ കുതിര കയറാൻ. നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല, ലോകാവസാനം വരെ കഴിയുകയുമില്ല. കാരണം ഒരുത്തൻ പറയുമ്പോൾ വേറൊരുത്തൻ വേറെ വർത്താനാണ്. അതുകൊണ്ട് ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നേരെ ഒന്നും വെക്കണ്ട. മഹാനായ ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബ് പാർലമെന്റിൽ അതിശക്തമായി പണ്ട് പറഞ്ഞൊരു വർത്താനുണ്ട്. ഞാനതിനെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നു. ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഭരണഘടനയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ തൂങ്ങി നിൽക്കുന്ന ഏക സിവിൽ കോഡ് എന്ന മാർഗനിർദ്ദേശക തത്വത്തിന്റെ ആ വാദം മുസ്ലിം സമുദായത്തിന് നേരെ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് എടുത്തു മാറ്റണം. അതാ ഞങ്ങളുടെ വാദം. അതൊരിങ്ങനെ എടുക്കെടുക്ക് ഇങ്ങനെ പറഞ്ഞെടുക്കുക, പുട്ട് തേങ്ങടുന്ന മാതിരി ചില ആളുകൾക്കൊക്കെ ഇതൊരു ഏർപ്പാടാണ്. ഏക സിവിൽ കോഡ്, ഏക സിവിൽ കോഡ്. എന്തിനാണതവിടെ? ആർക്കാണ് അതിൻ്റെ ആവശ്യം? മുസ്ലിമീങ്ങൾ തൊലാഖിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാമിൽ തൊലാഖുണ്ട്. ഇസ്ലാമിലെ തൊലാഖ് എപ്പോഴാ പറഞ്ഞത്? നിങ്ങൾക്ക് മാല്യമറ്റീൻ്റെ ആൾക്കാരല്ലേ? നമ്മുടെ പരിസരത്തുമൊക്കെ വിവാഹത്തിൻ്റെ പേരിൽ സ്ത്രീകളും പുരുഷന്മാർ തമ്മിൽ തെറ്റാറില്ലേ? ആരാ പെട്ടെന്ന് തൊലാഖെല്ലാം പറയുന്നത്? പെട്ടെന്ന് തൊലാഖ് ചെല്ലുന്ന വീരന്മാരുണ്ട്. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ മഹൽ ജമാഅത്ത് ഒരുക്കമാണ്. അതിനാണ് ക്രിമിനൽ പ്രൊസീജിയർ ഭരണഘടനയിൽ. അനുസരിച്ച് കേസ് കൊടുക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുസ്ലിമീങ്ങളായ ചില ആൾക്കാരുണ്ടല്ലോ, പേര് പറയുന്ന ചില സംഘടനകളുണ്ട്. അവർ പറയുന്നു മുത്തലാഖ് നിരോധിക്കണം, മുത്തലാഖ് നിരോധിക്കണം. അല്ല, മുത്തലാഖ് പറയുന്നവർ എന്തിനാ പറയുന്നത്? ഞങ്ങൾ പറയുന്നു മുത്തലാഖ് അവിടെ നിന്നോട്ടേ, ഞങ്ങൾ പറയുന്നു തൊലാഖ് അവിടെ നിന്നോട്ടേ, ഞങ്ങൾ പറയുന്ന വിവാഹം ഇസ്ലാമികമായി അവിടെ നിന്നോട്ടേ. അത് പറ്റാത്ത ആളുകളെ മേലിൽ ഞങ്ങൾ വെച്ച് കെട്ടുന്നില്ല. അതിഷ്ടമില്ലാത്ത ആളുകൾക്ക് ഈ മതത്തിന്റെ നിയമാവലി സ്വീകരിച്ചു എന്നവർ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തൊക്കെ ഞങ്ങൾ ഇസ്ലാമായിക്കോളാം, പക്ഷെ വിവാഹം, സ്വത്തവകാശം, വിവാഹമോചനം, മുത്തലാഖും ഞങ്ങൾക്ക് വേണ്ട. ഭരണഘടന മുഹമ്മദല്ലോ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വഴി കണ്ടെത്താൻ വേണ്ടി കോടതി സമീപിക്കുന്ന സമയത്ത് അവർക്ക് അനുകൂലമായി കൊടുക്കുന്ന വിധിയുണ്ടല്ലോ, ആ നിയമമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് അവിടെയുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമായ ആണിനും ഒരു മുസ്ലിമായ പെണ്ണിനും തോന്നുന്നുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും കൂടി ടി വിയിലെ ചർച്ച കണ്ടു. ചർച്ചെല്ലാം കൂടി ഇങ്ങനെ പെരുമ്പറ കൊട്ടുന്ന സന്ദർഭത്തിൽ മുസ്ലിമുകളുടെ ഭാഗമൊക്കെ പറയുന്ന ചാനൽ അതൊക്കെ കട്ട് ചെയ്യണം, കത്രിക വെക്കുകയാണ്. ഇസ്ലാമിക വിരുദ്ധരും മുഴുവനും പറയുന്ന ആമീര് ചന്നമംഗലൂരും അണ്ടനടകോടാദികളും ഒക്കെ പറയുന്നത് ഇങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞപ്പോൾ ഈ ഭാര്യയും ഭർത്താവിനും പഠിച്ചോനെ ഇതാണ് മുത്തലാഖ് എന്നാ വേണ്ടതിന് കേട്ടോ, ഇതാണോ മുത്തലാഖ്, ഇതാണോ ശരീഅത്ത്, ഇതാണ് മുഹമ്മദല്ലോ, ഇതാണ് ഇസ്ലാമിക് ആക്ട്, അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ട എന്നൊരു ഭാര്യയ്ക്കും ഭർത്താവിന് തീരുമാനിച്ചാൽ കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് ആ മുത്തലാഖ് അനുസരിച്ച് കൊണ്ട് കേസിൽ വിധി പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണഘടനയിൽ നിന്നുകൊണ്ട് ആ വകുപ്പ് ഉയർന്നു വരും. അതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. ആ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യാം, വക്കീൽ വാദിക്കും, ജഡ്ജിക്ക് വിധി പറയാം. മുത്തലാഖ് വേണ്ടെന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും തീരുമാനിച്ചാൽ ഒരു കുഴപ്പവും അവിടെയില്ല. ഇനി ആ കൂട്ടൽ കൊണ്ട് ഒരു കൂട്ടർ പറയുന്നു മുത്തലാഖ് വേണ്ട, മറ്റുള്ളവർ മുത്തലാഖ് വേണം. അത് അപകടമാണോ, ബുദ്ധിമുട്ടാണോ, പ്രശ്നമാണോ, പ്രതിസന്ധിയാണോ? അങ്ങനെ തോന്നുന്നെങ്കിൽ അത് വേണ്ടാത്ത വിധത്തിൽ തൊലാഖ് ചൊല്ലിയതാണെങ്കിൽ, നിയമം പാലിക്കാതെ തൊലാഖ് ചൊല്ലിയതാണെങ്കിൽ, വിദേശത്തുള്ള ഭർത്താവ് നാട്ടിലെ പെണ്ണിന്റെ കഥകൾ ആരോ പറഞ്ഞത് കേട്ടുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇമെയിലും ഞാൻ നിന്നെ മൂന്നും ചൊല്ലി ഒഴിവാക്കി എന്ന് പറയുന്ന ക്രൂര മനസ്സ് വെച്ചുകൊണ്ടാണ് ഒരു ഭർത്താവ് ചൊല്ലി പിരിച്ചതെങ്കിൽ ആ മനുഷ്യരെ കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് തുറങ്കിലടക്കാനും ഫൈൻ ഈടാക്കാനും ലക്ഷ്യങ്ങൾ കണ്ടുകെട്ടാനും രാജ്യത്തിന്റെ നിയമാവലി പറയുന്ന നിയമമാണ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. 1973 രാജ്യത്തിന്റെ നിയമത്തിന്റെ പ്രാബല്യത്തിൽ വന്ന നിയമമാണത്. ആ നിയമം വെച്ചൊരു പെണ്ണിന് തന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാം. മര്യാദക്കല്ലാതെ തൊലാഖ് ചൊല്ലിയാൽ, നിയമം വിട്ടുകൊണ്ട് തൊലാഖ് ചൊല്ലിയാൽ അത് പീഡനത്തിനെതിരെ കേസ് കൊടുത്തുകൊണ്ട് ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ഭർത്താവിനെ ശിക്ഷിക്കാൻ, നിയമ നടപടി സ്വീകരിക്കാൻ ഒരു പെൺകുട്ടിക്ക് അവകാശമുണ്ട്. അതിനെല്ലാ പെൺകുട്ടിക്ക് അവകാശമുണ്ട്. അത് മുസ്ലിം കുട്ടിക്ക് മാത്രം ഇല്ലാതാവില്ല. വിവാഹത്തിലൂടെ തന്നെ രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് കിട്ടേണ്ട വ്യക്തി നിയമത്തിൽ ശരീഅത്ത് വേണ്ടാന്ന് തോന്നിയാൽ അവർക്ക് മാരേജ് ആക്ട് ഉപയോഗപ്പെടുത്താം.
അതൊന്നുമല്ല, ഇയാളൊന്ന് ശിക്ഷിക്കണം, ഈ ക്രൂര മനസ്സുകാരൻ ശിക്ഷിക്കണം എന്ന് തോന്നിയാൽ കോഡ് ഓഫ് സ്പെഷ്യൽ പ്രൊസീജിയർ ആക്ട് അതുണ്ട്, അത് സ്വീകരിക്കാം. ഇതൊക്കെ ഉണ്ടായിട്ടും എടോ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് മുത്തലാഖിന്റെ നിയമം മതി എന്ന് പറയുമ്പോൾ അത് പറ്റൂല, നിങ്ങൾ കൂടി ഇത് സ്വീകരിച്ചോളാം എന്ന് പറയുന്നത് ഫാഷിസമാണ്. ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത പള്ളി ഉസ്താദ് പറയുന്നതല്ല, ഞങ്ങൾ TV ചർച്ചയിൽ കണ്ടതാ ശരി എന്ന് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേറെ വഴി നോക്കിക്കോ. അതിന് ഭരണഘടനയിൽ വകുപ്പില്ലാത്തതില്ലല്ലോ. പക്ഷെ വകുപ്പുള്ള വകുപ്പ് അത് വേണം. പള്ളി ഉസ്താദ് പറയുന്നതാ ശരി, ഖാലി പറയുന്നതാ ശരി, സമസ്ത മുശാവറ പറയുന്നതാ ശരി, കിതാബ് അതാ ശരി, ഖുർആൻ പറയുന്നതാ ശരി, ഹദീസ് പറയുന്നതാ ശരി എന്ന് പറയുന്ന ഞങ്ങൾക്ക് അതനുസരിച്ച് കൊണ്ട് ചെയ്യും. നാളെ പരലോകത്തെ പടച്ച റബ്ബിന്റെ മുമ്പിൽ സ്വർഗം കിട്ടണം, നരകത്തിലേക്ക് പോവാൻ കാരണമാകരുത് എന്ന് ഭയപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? ആ സ്വാതന്ത്ര്യം വകവെച്ച് തരണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. അത് പറയുമ്പോൾ അത് പറ്റൂല, നിങ്ങളും കൂടി ഇത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ പോയി പണി നോക്ക് എന്നതേ പറയാനുള്ളൂ. അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിന്റെ കിച്ചണിൽ എന്ത് വേവണം, നിന്റെ ബെഡ്റൂം, നിന്റെ ഡൈനിങ് ടേബിളിൽ എന്ത് വിളമ്പണം, നിന്റെ വയറിൽ എന്ത് കടിക്കണം എന്ന് ഭക്ഷണ ഫാസിസം ഉണ്ടല്ലോ. അതാണ് ഗോവധ നിരോധനത്തിലെ നരേന്ദ്രമോദിയുടെ നിലപാടെങ്കിൽ നീ എന്താരാധിക്കണം, നീ എന്തനുഷ്ഠിക്കണം, നീ എന്താചരിക്കണം, അത് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്ന ആ മറ്റേ ഫാസിസം അതും നരേന്ദ്രമോദിയുടേതാണ്. സ്വീകരിക്കാൻ മനസ്സില്ല. എന്തിനാണ് ആചാരം അനുഷ്ഠാനം? അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുസരിച്ചില്ലേ? ഔദാര്യമല്ലല്ലോ, അവകാശമല്ലേ. അതാരും തന്ന ഔദാര്യം മനസ്സിലാക്കേണ്ട. ഞങ്ങളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളാ, ഞങ്ങൾ ഈ മണ്ണിൽ ജനിച്ചവരാ. ഞങ്ങളുടെ പൊക്കിൽ കൊടിയും വീണിൽ ലയിച്ച് ചേർന്നത് ഈ മണ്ണിലാണ്. ഈ മണ്ണ് ഒരാളുടെയും തറവാടല്ല, രാജ്യക്കാരന്റെ അഭിമാന മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുസരിച്ച് കൊണ്ട് ജീവിക്കണ്ട എന്ന് പറയാൻ നിനക്കെന്ത് അവകാശം? അതിൻ്റെ ആ അവകാശത്തിനെതിരെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്നാൽ മുസൽമാന്റെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ആ സമരമാണ് സമസ്ത നടത്തുന്നത്. ആ സമരത്തിൻ്റെ കൂടെ നിൽക്കണ്ടേ? എല്ലാവരും കൂടി ഒന്നിച്ച് സമരം നടക്കുമ്പോൾ ചില പാരപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിളിച്ചത് പോരാന്ന് പറയും. കുഞ്ഞാക്കുട്ടി സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയാപ്പിളയെ വിളിക്ക് തേടി പോകുന്നത് പോലെ പോകണം. സമുദായം ഈ മാതിരി കഷ്ടപ്പെടുന്ന സമയത്ത് വിളിച്ചത് പോരാ, തേടി വന്ന കോലം വണ്ടി ശരിയായില്ല. ഈ വർത്താനം പറയേണ്ട സമയം അപ്പോൾ ഒന്നിച്ചിക്കേണ്ട സമയമല്ലേ? ഇസ്ലാമിൽ ത്വലാഖൊരു കുറ്റകരമായ അമലല്ല. ഒന്നിച്ച് പെട്ടെന്ന് ചെല്ലാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അങ്ങനെ വഴിവിട്ട മാർഗത്തിൽ ത്വലാഖ് ചെല്ലുന്നവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട്. അത് തേടണം. ഇനി പോരായ്മയുണ്ടെങ്കിൽ നിലവിലുള്ള നിയമത്തിൽ എന്തെങ്കിലും ക്രൂര മനസ്സിൻ്റെ ഉടമകളെ, കറിയിൽ ഉപ്പില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യയെ മൂന്നും ചൊല്ലി പിരിച്ചു എന്ന് പറയുന്ന പുരുഷനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ശിക്ഷിക്കാൻ നിലവിലുള്ള നിയമം പോരാ എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അതിന് നിയമ നിർമ്മാണം ഉണ്ടാക്കട്ടെ. അതിനല്ലേ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകൾ? അതിന് വേണ്ടി വെച്ചോട്ടെ. പക്ഷെ ശരീഅത്തിന്റെ കാര്യത്തിൽ എന്തെന്നാണ് ഇല്ലായ്മ ചെയ്യാൻ പോകുന്നത്? അതിന് വേറെ നിയമം വേണം. ക്രിമിനൽ നിയമം വേറാണ്, സിവിൽ നിയമം വേറാണ്. ഞങ്ങൾ ക്രിമിനൽ നിയമം അംഗീകരിക്കുന്നവരാ. ഇന്ത്യയുടെ ക്രിമിനൽ നിയമം പാടില്ല എന്ന് ഞങ്ങൾ പറയില്ല, ഞങ്ങളത് അംഗീകരിക്കും. പക്ഷെ അത് രാജ്യത്തിൻ്റെതാണ്. ഇത് വ്യക്തിയുമായി ബന്ധപ്പെട്ട രണ്ടും രണ്ടാണ്. അല്ലാഹു തആല പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പിണക്കം വന്നാൽ വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇലൂഹുന്ന, ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം വന്നു കഴിഞ്ഞാൽ അവരെ പരസ്പരം സതുപദേശം കൊണ്ട് നന്നാക്കട്ടെ. ഭർത്താവ് ഭാര്യയെ നന്നായി ഉപദേശിക്കട്ടെ. ഒന്നാമത്തെ സ്റ്റേജ് അങ്ങനെയാണ്. അതുകൊണ്ടും ഫലം ചെയ്യുന്നില്ലെങ്കിൽ ഫഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ, ഭർത്താവ് ഭാര്യയെ കിടപ്പറയിൽ നിന്നുകൊണ്ട് ബഹിഷ്കരിക്കട്ടെ. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലമില്ലെങ്കിൽ വദ്രിബൂഹുന്ന, ഭർത്താവ് ഭാര്യയെ പൊട്ടും പൊളിയുമില്ലാതെ ആയുധം ഉപയോഗിക്കാതെ ഒന്ന് ചെറിയ വിധത്തിൽ ഒന്ന് അടിക്കട്ടെ. അങ്ങനൊക്കെ ഖുർആന്റെ ബയാൻ. മൂന്നെണ്ണ ആദ്യം പറഞ്ഞ ഖുർആൻ. ഒന്ന് സതുപദേശം, രണ്ട് മാനസിക ട്രീറ്റ്മെന്റ്, മൂന്ന് ശാരീരിക ട്രീറ്റ്മെന്റ്. അത് മൂന്നും കഴിഞ്ഞിട്ടും ഫലമുണ്ടാകുന്നില്ല. അത് മൂന്ന് കൊണ്ടും ഫലമില്ലാത്ത അവസ്ഥ വന്നാൽ ത്വലാഖെല്ലാം പാടില്ല. പെണ്ണിനെ ഉപദേശിച്ച് നോക്കി, കിടപ്പറയിൽ ബഹിഷ്കരിച്ച് നോക്കി, അടിച്ചു നോക്കി, എന്നിട്ടും അവൾ നന്നാവുന്നില്ല. എന്നിട്ട് ഇസ്ലാം പറയുന്നത് എന്താ? ത്വലാഖില്ലാനല്ല. ഭാര്യയുടെ ഭാഗത്തു നിന്ന് കൊണ്ടൊരു വിധി കർത്താവ് വരട്ടെ, ഭർത്താവിന്റെ ഭാഗത്തു കൊണ്ട് മറ്റൊരു വിധി കർത്താവും ഉണ്ടാകട്ടെ. രണ്ട് മധ്യസ്ഥന്മാർ ഇറങ്ങി വന്നുകൊണ്ട് രണ്ട് കുടുംബത്തോടും രണ്ട് വ്യക്തികളോടും പ്രശ്നത്തിന്റെ മർമ്മം എന്താണ്,
കാതലായ വശം എന്താണെന്ന് ചർച്ച നടത്തിയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന മാർഗമാണെങ്കിൽ രണ്ടാളും ചർച്ച നടത്തി കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് രണ്ടാളെ സതുപദേശത്തിലൂടെ ഹൈറായ നിലയിൽ ഉപദേശിച്ചു വിടട്ടെ. അതുകൊണ്ട് സുൽഹാണ് ഖൈർ എന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ എന്നിട്ടും ഫലിക്കാതെ വന്നാൽ അവരുടെ വിഷയം എന്താണെന്ന് കണ്ടെത്തിയതിന്റെ ശേഷം രണ്ട് മധ്യസ്ഥന്മാർക്ക് തീരുമാനമെടുക്കാം. വിവാഹമോചനമാണ് കരണീയം. അങ്ങനെ വിവാഹമോചനത്തിന് വേണ്ടി അങ്ങേ അറ്റം എത്തിയാൽ പിന്നെ രണ്ടാളുടെയും ബന്ധത്തിന്റെ പേര് ബന്ധമെന്നല്ല, ബന്ധനമെന്നാണ്. ആ ബന്ധനം അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരാൾ ആത്മഹത്യയിലേക്ക് പോവേണ്ടി വരും, അല്ലെങ്കിൽ മറ്റൊരാൾ കൊലപാതകത്തിലേക്ക് കലാശിപ്പിക്കേണ്ടി വരും. അത് രണ്ടിന്റെയും വടി കൊടുക്കാതെ സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി രണ്ടാളെയും തുറന്നു വിട്ടോ. ഈ പെണ്ണ് മറ്റൊരു ഭർത്താവിന്റെ കൂടെ പോയിക്കോട്ടെ, ഇവന് മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചോട്ടെ, നന്നായി ജീവിച്ചു കൊള്ളട്ടെ. വിവാഹ ബന്ധം വേർപ്പെടുത്തിക്കൊണ്ട് അവർ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പുനരാലോചന നടത്താൻ കഴിയുന്ന വഴി ഒന്നും രണ്ടും സ്റ്റേജുകളാണ്. അതുകൊണ്ട് അത് ചൊല്ലിക്കൊണ്ട് അവർക്ക് പിരിച്ച് പിന്നെയും യോജിക്കാവുന്ന വടികൾ തൊടിക്കോട്ടെ. കാര്യം കഴിയുമ്പോഴേക്കും കറിവേപ്പില പോലെ വലിച്ചെറിയൽ അല്ലടോ ത്വലാഖിന്റെ സ്റ്റേജുകൾ ഇതൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണിന് ആണിനെ ഒഴിവാക്കാൻ ഈ സ്റ്റേജ് ഒന്നും വേണ്ട, അതാ രസം. പിന്നെ ആണുങ്ങൾ സമരം ചെയ്യണ്ട അതിനു വേണ്ടി. ഒരു സ്ത്രീക്ക് തോന്നുന്നു എന്റെ ഭർത്താവ് അസാൻമാർഗിക പ്രവർത്തനത്തിന്റെ ആളാണ്, എന്റെ ഭർത്താവ് ദുർകർമ്മിയാണ്, എന്റെ ഭർത്താവ് കൊള്ളരുതാത്തവനാണ്, എന്റെ ഭർത്താവ് ഞാനുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിൽ എനിക്ക് ആവശ്യമുള്ളത് നിർവഹിക്കാൻ പ്രാപ്തനല്ലാത്തവനാണ്, അയാളിൽ ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അയാളെ വേണ്ട എന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ സതുപദേശം കൊണ്ട് നന്നാക്കാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു നോക്കി, അതാണ് സതുപദേശം. വേണ്ട. ഒരു പിണങ്ങത്തിന് വേണ്ടി രണ്ടാമതായി കിടപ്പറ ബഹിഷ്കരിച്ച് നോക്കുക. എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. രണ്ടാം ട്രീറ്റ്മെൻറ്റാ. അങ്ങ് കൊടുക്കുക, എന്നാൽ തന്നെ നന്നാവുമോ? അല്ലെങ്കിൽ രണ്ട് മധ്യസ്ഥന്മാർ വെച്ചുകൊണ്ട് പിന്നെയും ചർച്ച നടത്തുക. അതൊന്നും പെണ്ണ് ചെയ്യണ്ട, അതൊന്നും പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. പുരുഷൻ പറ്റാത്തവനാണെന്ന് തോന്നിയാൽ, അയാൾ അസാൻമാർഗികനാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു പെണ്ണിന് അയാളോട് നേരെ ചെന്ന് തൻ്റെ ത്വലാഖ് ആവശ്യപ്പെടാം എന്നൊഴിവാക്കിയേക്ക്. അയാൾ എന്തെങ്കിലും ചോദിച്ചിട്ട് കൊടുക്കുന്നെങ്കിൽ അത് കൊടുത്തൊഴിവാക്കുന്നതിനാണ് ഹുൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും പൈസ ഒഴിവാക്കലാണ് അത് ഹുൽ. അതല്ല, പൈസ ഒന്നും കൊടുക്കാതെ ഒഴിവാക്കാൻ വകുപ്പുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ പറ്റുന്നില്ല, അയാൾ ചെലവിന് കൊടുക്കുന്നില്ല, അയാൾ ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല, അവൻ്റെ ക്രൂരതയുമായി അവൻ തെണ്ടി നടക്കുകയാണ്. അങ്ങനെ ഉണ്ട് തോന്നുന്ന സമയത്താണെങ്കിൽ അയാൾക്ക് ഇവളെ ഫസ്ഖ് ചെയ്യാം, വിവാഹമോചനം നടത്താം. അവിടെ സതുപദേശവും കിടപ്പറ ബഹിഷ്കരിക്കണമൊന്നും വേണ്ട. പുരുഷൻ സ്ത്രീയെ ത്വലാഖ് ചൊല്ലാൻ 4 സ്റ്റേജ് കഴിയണം, 4 ഉപാധികൾ കഴിയണം, 4 നിയമ നടപടികൾ കഴിയണം. അതൊന്നും ഒരു സ്ത്രീ പുരുഷനെ ഒഴിവാക്കാൻ ഇസ്ലാം വെച്ചിട്ടില്ല. ആണുങ്ങളല്ലേ സമരം ചെയ്യേണ്ടത്? ഞങ്ങളോട് മാത്രം നിയമമൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊന്നും ബാധകല്ലേ? അതുകൊണ്ട് പുരുഷന്റെ ഭാഗത്തല്ല, സ്ത്രീന്റെ ഭാഗത്താണ് ഇസ്ലാം. വെറുതെ ഉണ്ടാക്കി തീർക്കുന്നതാ ഓരോ ദുർകർമ്മങ്ങൾ. അപ്പൊ അങ്ങനെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടി പറയുന്നതല്ല. പിന്നെ ത്വലാഖ് എന്ന് പറയുന്നത് അല്ലാഹു തആല പറഞ്ഞതെന്താ, റസൂലുള്ള പറഞ്ഞതെന്താ? അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. റസൂലുള്ള പറഞ്ഞതാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ പോലും പടച്ച തമ്പുരാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ത്വലാഖ്. അല്ലാഹു ദേഷ്യം വെക്കുന്ന കാര്യമാണ് ത്വലാഖ്. അത് അവസാന ഘട്ടത്തിൽ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. ലോകത്തെവിടെയാണോ ത്വലാഖ് നടക്കുന്നത് ആ സമയത്ത് പടച്ച റബ്ബിന്റെ സിംഹാസനം കിടല കൊണ്ട് വിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ സിംഹാസനം വിറക്കാൻ ഭൂമിയിൽ ത്വലാഖ് നടക്കുന്ന സമയത്ത്. അപ്പൊ ത്വലാഖ് എന്ന് പറഞ്ഞ കുട്ടികളിയല്ല. പിന്നെ മുത്തൊലാഖ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണത്? മനസ്സിലായിണ്ടാവും സഹോദരിമാർക്കൊക്കെ. 1 ത്വലാഖില്ലി, 2 ത്വലാഖില്ലി, 3 ത്വലാഖും ചൊല്ലി, 3 ത്വലാഖും ചൊല്ലിയാൽ പിന്നെ വേറെ സ്റ്റേജ് കഴിയണം, പിന്നെ തിരിച്ചെടുക്കാൻ. അങ്ങനെ 1ഉം 2ഉം പിന്നെ 3ഉം എന്നതിൻ്റെ നടപടിക്രമം. എന്നാൽ ആ നടപടിക്രമം ഒന്നും പാലിക്കാതെ ഒരാൾ നേരെ ആദ്യം തന്നെ പറയുന്നു ഞാൻ 3ഉം ചൊല്ലി. അതിൻ്റെ വിധി എന്താ? മുത്തലാഖാകുമോ 3 ത്വലാഖാകുമോ? ആകും എന്ന ഇസ്ലാം. പക്ഷെ അങ്ങനെ ചൊല്ലാൻ പാടില്ല, ക്രൂരതയാണ്, തെറ്റാണ്, ഹറാമാണ്. അങ്ങനെ പറഞ്ഞ മഹാന്മാരുണ്ട്. ത്വലാഖ് ഏതായാലും കറാഹത്താണ്, മുത്തലാഖ് ഹറാമാണെന്ന് പറഞ്ഞ മഹാന്മാർ പോലുമുണ്ട്. ഏതായാലും അത് തെറ്റാണ്, കുറ്റമാണ്. ആ തെറ്റാണെങ്കിലും ത്വലാഖാവാതിരിക്കില്ല. എന്നാ പിന്നെന്താ ത്വലാഖാവാൻ? അതിനൊരു കാരണം ഞാൻ പറയാം. ത്വലാഖാവാൻ കാരണം 3 ഇസ്ലാമിക വിധികൾ.
ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞോ എന്നാ ചോദിക്കുന്നത്. കേരളത്തിലെ ചില സലഫി സംഘടനകളും ചില പരിഷ്കരണവാദികളും മുസ്ലിം പേരുള്ള ആളുകളും ഇന്നലെയോ മെനിയാന്നോ കറുത്ത കൂട്ടും ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനയിൽ കൊണ്ട് ആളായി വന്ന ചില പെൺകുട്ടികളും മുത്തലാഖ് നിരോധിക്കണം എന്ന് പറയുന്ന ആൾക്കാരെ ഇസ്ലാമിൻ്റെ കാര്യമൊക്കെ പറയാൻ ആ കുട്ടികൾ പോകേണ്ട കാര്യമുണ്ട്. അവർക്ക് എന്തെല്ലാം കാര്യമുണ്ട് പറയാൻ. അതിന് പണ്ഡിതന്മാർ ഇവിടെ അല്ലേ? അറിയാത്ത കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യില്ല. അതിന് വഴി വേറെ ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുത്തലാഖിനെ സമ്മതിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഒരു ആൾ വന്ന് ചോദിച്ചു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാൻ എൻ്റെ ഭാര്യയെ 3 തുലാക്ക് മൊന്തിച്ച് ചൊല്ലി, പിന്നെ എനിക്ക് അവളെ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള വഴിയുണ്ടോ? അതിനുള്ള പോംവടികളുണ്ടോ? ചോദ്യമാണ്. ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? ആദ്യം മനസ്സിലാക്കണം, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ എന്നാണ് ഇബ്നു അബ്ബാസ് തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ചരിത്രം പറഞ്ഞത്. റഈസുൽ മുഫസ്സിരീൻ, അദ്ദേഹത്തിന് അറിയാത്ത ഒരു ആയത്തുമില്ല, അദ്ദേഹം വ്യാഖ്യാനിക്കാത്ത ഒരു ഭാഗവുമില്ല. ആഴങ്ങൾ തൊട്ടറിഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ പോലെ ഒരാൾക്കും ഖുർആൻ വ്യാഖ്യാനിക്കാൻ അറിയില്ല. ആ മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ 3 തുലാക്കും ചൊല്ലിയിട്ടുണ്ട്, ഒന്നായി ചൊല്ലിയതാണ്, മടക്കിയെടുക്കാമോ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറ്റുന്ന വിധി പറഞ്ഞില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്പം നേരം മിണ്ടാതിരുന്നു. പിന്നെ ത്വലാഖ് സൂറത്തിൻ്റെ 2ാമത്തെ ആയത്ത് അദ്ദേഹം ഓതി. ത്വലാഖ് സൂറത്തിൻ്റെ 2ാമത്തെ ആയത്ത് ഓതി, ഫഇദാ ബലഗ്ന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫിൻ വഅശ്ഹിദൂ ദവാ അദ്ലിൻ മിൻകും വഅഖീമുശ് ശഹാദത ലില്ലാഹ് ദാലികും യുഅലു ബിഹി മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ ഫഇദാ ബലഗ്ന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ, വിവാഹമോചനത്തിന്റെ അവധി പൂർത്തിയായി കഴിഞ്ഞാൽ വേണമെങ്കിൽ അവളുമായി, ആ വിവാഹവുമായി കൊണ്ട് നല്ല ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കാം, അവരോടൊപ്പം നന്നായി ജീവിക്കാം. ഇനി പിരിയണമെന്നാണോ ആഗ്രഹം? ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫിൻ, അല്ലെങ്കിൽ മാന്യമായ വിധത്തിൽ നിങ്ങൾ അവരുമായി കൊണ്ട് വിവാഹബന്ധം വേർപ്പെടുത്താം. വിവാഹബന്ധം വേർപ്പെടുത്തുന്ന പക്ഷം അശ്ഹിദൂ ദവാ അദ്ലിൻ മിൻകും വഅഖീമുശ് ശഹാദത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സാക്ഷികളെ നിർത്തണേ. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 2 നീതിമാന്മാരായ സാക്ഷികളെയാണ് വെക്കേണ്ടത്. ദാലികും യുഅലു ബിഹി മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനെ കൊണ്ടും പടച്ച റബ്ബിന്റെ ഖിയാമത്ത് നാൾ കൊണ്ടും വിശ്വസിക്കുന്ന ആളുകൾക്ക് സതുപദേശം ഭരിക്കുക തന്നെ ചെയ്യും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു പോംവഴി കാണിച്ചു കൊടുക്കും. ആ ഭാഗം ആവർത്തിച്ച് തങ്ങൾ പറഞ്ഞു. മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് പോംവടിയുണ്ട്. നീ അല്ലാഹുവിനെ ഭയപ്പെട്ടതല്ല, നീ അല്ലാഹുവിനെ ധിക്കരിച്ചവനാണ്, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാനുള്ള പോംവഴിയില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതാ. നീ അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഖുർആനിൽ മുത്തലാഖുണ്ട്. ഹദീസിൽ നോക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കുടുംബം വന്ന് ആവലാതി സങ്കടം പറഞ്ഞു, വിവാഹബന്ധം വേർപ്പെടുത്തിയിരിക്കുന്നു, തിരിച്ചെടുക്കാമോ? എത്രയാ ചൊല്ലിയത്? റസൂൽ ചോദിച്ചു. 2 2 ഉള്ളൂ അതോ 3 ഉണ്ടോ? റസൂൽ ആവർത്തി ചോദിച്ചു. ഇല്ല, 2 ഉള്ളൂ. എങ്കിൽ തിരിച്ചെടുക്കാം. അതിനർത്ഥം എന്താ? 3 ഉണ്ടെങ്കിൽ തിരിച്ചെടുത്തൂടാൻ. 4ാമത്തെ തെളിവെന്താ? 4 മദ്ഹബിന്റെ ഇമാമമാർ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിന്റെ ഇമാമമാരും പറയുന്നു മുത്തലാഖ് സാധുവാകും. 3 തുലാഖും ഒന്നിച്ച് ചൊല്ലിയാലും അത് മുത്തലാഖ് തന്നെയാണ്, 3 തുലാഖ് തന്നെയാണ്. ഒരൊറ്റ മദ്ഹബിൽ പറഞ്ഞാൽ മതി ഒരു മുസ്ലിമിന് അമലെടുക്കാൻ. പക്ഷെ ഇത് 4 മദ്ഹബിലാ. അപ്പൊ അതുകൊണ്ട് 4 മദ്ഹബും വ്യക്തമായി പറഞ്ഞു. ഹദീസ് ഇജ്മാ. ഇനി എന്ത് തെളിവാവശ്യം? പക്ഷെ അത് ക്രൂരതയാണെന്ന് ആർക്കും തോന്നേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ അവിടെ വേണം, ചിലപ്പം ഭരണഘടനയിൽ വേണം. പക്ഷെ അത് സാധാരണ എല്ലാ തൊലാക്കിനും ഇങ്ങനെ ഉപയോഗപ്പെടുത്തി. ഇപ്പം എന്താ അത് വർത്താനാവാൻ കാരണം? ഇപ്പം ചില കേസുകൾക്കെല്ലാം മുത്തലാഖ് കോടതി വിധിക്കുകയാണ്. അത് കോടതിൻ്റെ തകരാറാണ്, അല്ലാതെ ഇവിടെ മുത്തലാഖൊന്നും ആരെടുത്തുമില്ല. ചില കോടതികൾ വികലമായ ധാരണയാൽ മുത്തലാഖ് സാധാരണ തൊലാഖിന് നിർബന്ധം പിടിക്കുന്നു. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. വിശദമായി പറയേണ്ട കാര്യം കൂടുതൽ പറയുന്നില്ല, കുറച്ച് പണം അവസാനിപ്പിക്കാം. 1984 നമ്മുടെ രാജ്യത്ത് ഷാബാനു കേസിന്റെ വിധി പറഞ്ഞു.
ഷാബാനു കേസ് അതിൻ്റെ മുമ്പ് ഷാബാനുവിൻ്റെ ഭർത്താവ് അഡ്വക്കറ്റ് അഹമ്മദ് ഖാനാണ്. അഡ്വക്കറ്റ് അഹമ്മദ് ഖാൻ ഷാബാനുവിനെ വിവാഹം ചെയ്ത് അതിനുശേഷം അയാൾ മറ്റൊരു പെണ്ണും കെട്ടി 2 ഭാര്യയെയും ഷാബാനു അടക്കം 2 ഭാര്യയെയും അഹമ്മദ് ഖാൻ വെച്ചത് 30 കൊല്ലാണ്. ഒരു കുഴപ്പമില്ല, ഒരു വീട്ടിലാണ് രണ്ടാളും. പിന്നെ ഷാബാനു മറ്റേ പെണ്ണുമായി തെറ്റി വീട് വിട്ടിറങ്ങിപ്പോയി. അനുസരിക്കാതെ അവൾ ഇറങ്ങിപ്പോവുകയും തിരിച്ചു വിളിച്ചിട്ട് വരാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഷാബാനുവിനെ അഹമ്മദ് ഖാൻ തൊലാക്കില്ലേ. തൊലാഖ് ചൊല്ലിയപ്പോൾ ഷാബാനു ഭർത്താവിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. തൊലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിലും എനിക്ക് ജീവനാംശം കിട്ടണം. അങ്ങനെ കീഴ്ക്കോടതി 25 രൂപ ഒരു മാസം കൊടുക്കാൻ വിധിച്ചു. അക്കാലത്താണ് 25 ഉറുപ്പിക ഒരു മാസം കൊടുക്കാൻ വിധിച്ചു. അയാളത് പോകട്ടെ, മൈൻഡ് ചെയ്തില്ല വക്കീൽ, 25 രൂപയല്ലേ പോകാം. പക്ഷെ ഷാബാനു പറഞ്ഞു, എൻ്റെ ഭർത്താവിന് 60,000 ഉറുപ്പിക ശമ്പളം തന്നെ ഉണ്ട്, പിന്നെ കേസിൻ്റെ ഫീസ് വേറി, അതുകൊണ്ട് എനിക്ക് പൈസ പോരാ. അങ്ങനെ ഷാബാനു ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസ് പ്രകാരം ഒരു മാസം 175 ഉറുപ്പികയും 20 പൈസയും ഹൈക്കോടതി വിധിച്ചു. ഷാബാനുവിന് ഇയാൾ കൊടുക്കണം. അത് വിധിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് ചോദ്യം ചെയ്യണം. അയാൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ആ കേസ് വിവാദമായി കൊണ്ട് നടന്നു. ഇസ്ലാമിൽ ജീവനാംശമില്ല. എന്താ ജീവനാംശം എന്ന് പറഞ്ഞാൽ, ത്വലാഖ് ചൊല്ലപ്പെട്ട പെൺകുട്ടിയെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് വരെ ചെലവിനൊടുക്കുക. ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് വരെ മുൻ ഭർത്താവ് ചെലവിനോട് ഇസ്ലാമിലില്ല. എന്തല്ലാത്ത അതുണ്ടെങ്കിൽ എന്താ സ്ഥിതി? അതുണ്ടെങ്കിൽ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കൂല, അവർക്ക് പറ്റിയ വഴിക്ക് അവർ പോകും, അനുസരിക്കൂല. എന്താ കാരണം? ഇയാൾ ത്വലാഖില്ലല്ലോ, അല്ല അപ്പുറത്ത് കുറച്ചില്ലല്ലോ. ത്വലാഖ് ചൊല്ലിയാലും എനിക്ക് ചെലവിന് കിട്ടും, എനിക്ക് എൻ്റെ വഴിക്ക് പോകാം. അതുകൊണ്ട് സ്ത്രീകളിൽ അസാൻമാർഗികതയും അനുസരണക്കേടും പ്രോത്സാഹിപ്പിക്കുന്ന ഘട്ടമാകുന്നു ഈ വിവാഹമുക്തയായ സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണമെന്ന തീരുമാനം. അത് പുരുഷവർഗത്തോട് ചെയ്യുന്ന അനീതിയാണ്, അത് പറ്റില്ല. പിന്നെ ഖുർആനിൽ മത്താ ഉണ്ട്. അത് വെച്ചിട്ട് സുപ്രീം കോടതി ജഡ്ജി YB ചന്ദ്രചൂഡ് ഒരു വിധി പുറപ്പെടുവിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ് എന്നുണ്ട്. വിവാഹം മോചനം ചെല്ലപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക്, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് മത്താഴ് കൊടുക്കണം, അതാണ് ജീവനാംശം എന്ന് അർത്ഥവും വെച്ചു. അത് ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞ മായനാണ് അയാൾ വെച്ചത്. EMS മുതലക്കുളത്ത് പ്രസംഗിച്ചപ്പോൾ ഈ ആയത്തോരി പറഞ്ഞ വലിയ മുട്ടല്ലക്കാട്ടി മട്ടാഉൻ, അതൊക്കെ വലിയ വിഷയം മാറിയിരുന്നു. പിന്നെ ഈ രൂപത്തിൽ മത്താഴ് കൊടുക്കണം, മത്താഴ് ജീവനാംശമാണ് എന്ന് വിധിച്ചു. ആ വിധിയാണ് വിവാദമുണ്ടായത്. എന്നാൽ അതിനെതിരെ കേസ് ഫയൽ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അതിനെതിരെ പാർലമെന്റ് ബില്ല് അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നു. ജീവനാംശം വേണ്ട, പക്ഷെ മത്താവ് വേണം. മത്താവ് കൊടുത്താൽ പിന്നെ സ്ത്രീക്ക് ജീവനാംശത്തേക്കാൾ നല്ല പ്രൊട്ടക്ഷനായി. ഇസ്ലാം പറയുന്ന മത്താവ് നിലവിലുള്ള ഭരണഘടന ഇല്ലാത്തത് കൊണ്ടും മുഹമ്മദ് അല്ലോൽ ഇല്ലാത്തത് കൊണ്ടും അതിൽ ചേർക്കാൻ വേണ്ടി പാർലമെന്റിൽ ഗുലാം അഹമ്മദ് ബനാത്തുവാല ബില്ല് അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ബനാത്തുവാലയോട് പറഞ്ഞത് സേട്ടു സാഹിബാണ്. സേഠ് സാഹിബ് പറഞ്ഞു, ബനാത്തുവാലകൾ പാർലമെന്റ് ബില്ല് അവതരിപ്പിക്കും, മത്താവ് കിട്ടാൻ വേണ്ടി ജീവനാംശത്തിന്റെ പകരം മത്താവ് വേണം. ബനാത്തുവാല പറഞ്ഞു, നമ്മൾ രണ്ടാൾ എന്ത് ബില്ല് അവതരിപ്പിക്കാനാ, നമ്മൾ രണ്ടാളല്ലോ ഉള്ളൂ സേഠ് സാഹിബേ. സേട്ട് പറഞ്ഞു, നമ്മൾ രണ്ടാളല്ല ബനാത്തുവാല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയാണ്. ഇസ്ലാമിന് വേണ്ടിയാണ് നിങ്ങൾ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കൂ. ബഹുമാനപ്പെട്ട ബനാത്തുവാല ബില്ല് അവതരിപ്പിച്ചു. മികച്ച പാർലമെന്റേറിയനും മികച്ചതായിരിക്കുന്ന നിയമജ്ഞനുമാണ് പ്രിയപ്പെട്ട ബനാത്തുവാല. ബനാത്തുവാല തന്റെ പാർട്ടി പ്രവർത്തനം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് വരാതിരുന്നുവെങ്കിൽ, ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി ജഡ്ജിയാവാനുള്ള ക്വാളിഫിക്കേഷൻ പ്രിയപ്പെട്ട ബനാത്തുവാലക്കുണ്ട്. നിയമജ്ഞനാണ്, മികച്ച പാർലമെന്റേറിയനാണ്, ഫ്ലുവന്റ് ഇംഗ്ലീഷാണ്, എല്ലാ നിയമങ്ങളും പഠിച്ച ആളാണ്. ബനാത്തുവാല ബില്ല് അവതരിപ്പിച്ചു, നല്ല ബില്ലാണ്. ആ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സേട്ടു സാഹിബ് പ്രസംഗിക്കുകയാണ്. സേട്ടു തൻ മഹാനായ വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പൊക്കി പിടിച്ചുകൊണ്ട് പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രഗത്ഭനായിരിക്കുന്ന അന്നത്തെ ആരിഫ് ഖാൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇബ്രാഹിം സുലൈമാൻ, നിങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മാണ സഭയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പൊക്കിപ്പിടിക്കാൻ പാടില്ല.
ബഹുമാനപ്പെട്ട സീഡു സാഹിബ് പറഞ്ഞു, കാരിഫ് ഖാനോട് മാത്രമല്ല എല്ലാവരോടുമാ ഞാൻ പറയുന്നത്, ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞങ്ങൾക്ക് അനുമതി തരുന്നതെങ്കിൽ രാജ്യത്തിന്റെ ദേശീയതയെ ഞങ്ങൾ ഉയർത്തിക്കാണിക്കും, രാജ്യത്തിന്റെ ഭരണഘടനയെ ഞങ്ങൾ മുറുകെ പിടിക്കും. അതല്ല ഖുർആൻ വലിച്ചെറിയണമെന്നാണ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ ഇബ്രാഹിം സുലൈമാൻ അടക്കം 12 കോടി മുസൽമാൻ രാജ്യത്ത് പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാൽ മരിക്കും. അത് കേട്ട സമയത്ത് മഹാനായ സയ്യിദ് ഷഹാബുദ്ദീൻ ജനതാ പാർട്ടിയുടെ പ്രതിനിധി നേതൃത്വം പറഞ്ഞു, സേട്ടു അത് ഒറ്റപ്പെട്ട ശബ്ദമല്ല, അത് ഇന്ത്യൻ മുസൽമാന്റെ ശബ്ദമാണ്, ഞാനുണ്ട് അതിന്റെ കൂടെ. 9 എംപിമാർ കൈപൊക്കി, 9 എംപിമാർ കൈപൊക്കി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി സേട്ടു മനാത്ത് വാലയും സയ്യിദ് ഷഹാബുദ്ദീനും വൈസിയൊക്കെ കൂടി പറഞ്ഞു, ഇതുപോരാ, നമുക്ക് പണ്ഡിതന്മാരെ രംഗത്തിറക്കണം. നേരെ അവർ ബഹുമാനപ്പെട്ട ഡൽഹി ഇമാമിനെ പോയി കണ്ടു. ഡൽഹി ഇമാമിനോട് പറഞ്ഞു, നിങ്ങൾ ഈ സമരം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഇമാമ് പറഞ്ഞു, മൗമൂമിങ്ങൾ കുറേ ആളുണ്ടെന്നല്ല, അതിൻ്റെ കൂടെ സംഘടനയില്ല, മതപ്രസ്ഥാനവും ഇല്ല, ആളുകളുമില്ല, മൗമൂമിങ്ങൾ ഉണ്ടാവുന്നു മാത്രം, അതുകൊണ്ട് നിങ്ങൾ അലിമിയാനെ പോയി കാണും. അങ്ങനെ അവർ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെ പോയി കണ്ടു. അബുൽ ഹസൻ അലി നദ്വി സാഹിബ് പറഞ്ഞു, നിങ്ങൾ വലിയ വർത്താനൊക്കെ പറയും, ഞാൻ വലിയ പണ്ഡിതനാണെന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, പക്ഷെ എൻ്റെ കൂടെ സംഘടന ഇല്ല, നിങ്ങൾ ശംസുൽ ഉലമയെ പോയി കാണൂ. അങ്ങനെ ബഹുമാനപ്പെട്ട മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബും മഹാനായ PM അബൂബക്കർ സാഹിബും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളും കൂടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വീട്ടിൽ വന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഷെയ്ഖുന ശംസുൽ ഉലമ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ, എല്ലാ വിധത്തിലും അറിവുള്ള, നിയമം കൈകാര്യം ചെയ്ത് പരിചയമുള്ള, കോടതിയിൽ സ്വന്തം കേസ് വക്കീലിനെ വെക്കാതെ വാദിച്ചു ജയിച്ചു വന്ന മഹാനായ ശംസുൽ ഉലമ. ശംസുൽ ഉലമക്കും സമസ്തക്കെതിരെ കേസുണ്ടെങ്കിൽ ഒട്ടുമിക്ക കേസും ശംസുൽ ഉലമ ആരോഗ്യമുള്ള കാലത്ത് സ്വന്തം പോയി വാദിക്കും, വക്കീൽ വെക്കൂല. ഏത് ജഡ്ജിയോടും പറഞ്ഞ് മുട്ടുകുത്തിക്കാനുള്ള കുശാഗ്ര ബുദ്ധി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കുണ്ട്. മഹാനവരുടെ ബർക്കത്ത് കൊണ്ടുള്ള നമ്മുടെ ദോഷത്തെ പുറത്തു വരട്ടെ. ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു, നമുക്കൊന്ന് നോക്കാം, നിങ്ങളൊരു കാര്യം ചെയ്യും, അലിമിയാൻ ഒഴിവുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് കോഴിക്കോട് മുതലക്കുളത്ത് എല്ലാ സംഘടനകളും കൂടി ഒരു ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടത്തട്ടെ. അങ്ങനെ സ്വാഗത സംഘം ഉണ്ടാക്കി എല്ലാ സംഘടനകളും കൂടി കോഴിക്കോട് വലിയ കാലി സയ്യിദ് ഷിഹാബുദ്ദീൻ മിഞ്ചുകോയ തങ്ങൾ ചെയർമാനായി കമ്മിറ്റി ഉണ്ടാക്കി സമ്മേളനം നടന്നു. പ്രൗഢമായ സമ്മേളനം, ചരിത്ര പ്രസിദ്ധമായ സമ്മേളനം. ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അലിമിയാനെ വേദിയിലെത്തിക്കൊണ്ട്, നേതാക്കന്മാരെ വേദിയിലിരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ പറഞ്ഞു, ഞങ്ങൾക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോടൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഞങ്ങളെ കണ്ടറിയണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കണ്ടറിയേണ്ടി വരും. ആ വർത്താനം രാജീവ് ഗാന്ധി മുഖവിലേക്ക് എടുത്തു. രാജീവ് ഗാന്ധി നേരെ തൻ്റെ പ്രഗത്ഭനായിരിക്കുന്ന ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന മന്ത്രി ZR അൻസാരി വിളിച്ചിട്ട് പറഞ്ഞു, അൻസാരി, നിങ്ങൾ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കണം, വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് മത്തായി കിട്ടുന്നതിന് വേണ്ടിയുള്ള ശരീഅത്ത് സംരക്ഷണ ബില്ല്. പറഞ്ഞ സമയത്ത് പ്രൈം മിനിസ്റ്ററോട്, സർ, പാർലമെന്റിൽ നിലവിലൊരു ബില്ലുണ്ടല്ലോ ബനാത്ത് വാലയുടേത്, അത് ചർച്ച നടക്കുകയല്ലേ? അൻസാരി, അത് പ്രതിപക്ഷത്തെ ബില്ലാണ്. മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രമേ നമ്മോട് സഖ്യമുള്ളൂ, കേന്ദ്രത്തിലില്ല. അവരുടെ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ നമ്മുടെ ചില ആളുകൾക്ക് ചില ചൊറിച്ചിലായിരിക്കും, അതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് ആ ബില്ല് നിങ്ങൾ അദ്ദേഹത്തെ സമ്മതത്തോടു കൂടി നിങ്ങൾ പാസ്സാക്കി, നിങ്ങൾ അവതരിപ്പിക്കുക. അതങ്ങനെ പറ്റുമോ? അൻസാരി, ഞാൻ ശിഹാബ് തങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി പാണക്കാട് ശിഹാബ് തങ്ങളെ വിളിച്ചു. ശിഹാബ് തങ്ങൾ നേരെ ബനാത്ത് വാല വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അൻസാരിയെ കാണണം, പാർലമെന്റിൽ ബില്ല് അദ്ദേഹത്തിന്റെ പേരിലാണ് അവതരിപ്പിക്കേണ്ടത്. GM ബനാത്ത് വാല ഫയലും എടുത്തുകൊണ്ട്, ബില്ലെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ZR അൻസാരിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അങ്ങെന്തിനാ മടിക്കുന്നത് എന്നോട് പറയാൻ? മുസ്ലിം ലീഗിന് യാതൊരു നിർബന്ധവുമില്ല, ഞങ്ങളുടെ ബില്ല് പാസ്സാക്കിയിട്ട് കിട്ടണമെന്ന്, അള്ളാഹിന്റെ ശരീഅത്ത് സംരക്ഷിക്കണമെന്നേ ഞങ്ങളുടെ നിർബന്ധമുള്ളൂ. അതുകൊണ്ട് ഈ ബില്ല് ഏത് ബില്ലാണെങ്കിലും പ്രിയപ്പെട്ട അൻസാർജി അങ്ങ് അവതരിപ്പിച്ചോളൂ, അങ്ങയുടെ അവതരണത്തിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം. അൻസാരി പറഞ്ഞു, ബനാത്ത് വാല, ബില്ല് അവതരിപ്പിക്കാന്ന് പറഞ്ഞത് സാധാരണ ബില്ലല്ല, ഇത് മതമാണ്. എനിക്ക് നിങ്ങളത്ര കഴിവില്ല, നിങ്ങൾ മികച്ച പാർലമെന്ററിയനല്ലേ, നിങ്ങളെല്ലാം തെളിഞ്ഞ ആളല്ലേ, നിങ്ങൾക്ക് മതവും അറിയാലോ കൃത്യമായി. അതുകൊണ്ട് ബനാത്ത് വാല, അങ്ങയുടെ ബില്ല് തന്നെ മതി, പേരിന് വേണമെങ്കിൽ എൻ്റെ വക കുറച്ച് ചേർത്ത് വെച്ച് കൊടുക്കാം, അല്ലാതെ ബില്ല് മാറ്റണ്ട. ആയിക്കോട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട GM ബനാത്ത് വാല സാഹിബും സൽമാൻ ഖുർഷിദും
ഇസഡ്ഡാർ അൻസാരിയും 3-4 ദിവസം ഉറക്കൊടിച്ചുകൊണ്ടും ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടുമാണ് കുറ്റമറ്റ ബില്ല് തയ്യാറാക്കിയത്. ആ ബില്ല് നേരെ അലിമിയാൻ കൊടുത്തു. അലിമിയാൻ ഒറ്റനോട്ടത്തിൽ വായിച്ച ശേഷം പറഞ്ഞു, ഇത് ശംസുലമയെ കാണിക്കണം. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദവി സാഹിബിന്റെ നിർദ്ദേശത്തോടുകൂടി ഇസഡ്ഡാർ അൻസാരി നേരെ ശംസുലമയ്ക്ക് ഫാക്സ് ചെയ്ത ബില്ല്. ശംസുലമ ഇരുന്നു കൊണ്ടത് വായിച്ചു. 5 ഭാഗത്ത് തിരുത്തുണ്ടാക്കി. ഈ ബില്ല് ഈ പോയിന്റിൽ ഇങ്ങനെ വെച്ചാലേ പാർലമെന്റിൽ ചർച്ചയ്ക്ക് മറുപടി പറയാൻ കഴിയൂ. അങ്ങനെ വന്നാലേ ഇവിടെ സുപ്രീം കോടതി ഈ ബില്ല് ചോദ്യം ചെയ്യപ്പെടാതിരിക്കൂ. അതുകൊണ്ട് എല്ലാ പഴുതും അടച്ചുകൊണ്ട് 5 ഭാഗത്ത് തെറ്റ് തിരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശംസുലമ തിരിച്ചയച്ചു ബില്ല്. ആ ബില്ല് പിന്നെ ഒരൊറ്റ കുട്ടി തൊടാതെ ഇസഡ്ഡാർ അൻസാരി പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്തു. ചർച്ചയായി. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി പാതിരാക്ക് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, ശരീഅത്ത് അത് സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ആ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു, ശരീഅത്ത് സംരക്ഷണ ബില്ല് പാസ്സാക്കാൻ നമ്മൾ അതിനനുകൂലമായി കൊണ്ട് വോട്ട് ചെയ്യുകയാണ്. അത് അൻസാരിയുടെ ബില്ലല്ല, അത് കോൺഗ്രസിന്റെ ബില്ലാണ്, അത് ഈ ഗവൺമെന്റിന്റെ ബില്ലാണ്. അതുകൊണ്ട് ആ ബില്ല് പൂർണ്ണമായും പാസ്സാക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കോൺഗ്രസ് എംപിമാരും എഴുന്നേറ്റുകൊണ്ട് ആരിഫ് ഖാൻ ഒഴികെ ബാക്കി എല്ലാ കോൺഗ്രസിന്റെ മന്ത്രിമാരും എംപിമാരും ഒന്നിച്ചു നിൽക്കുകയും പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് 9 എംപിമാരും കൈപ്പൊക്കിക്കൊണ്ട് ബഹുഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിൽ വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീയുടെ അവകാശ സംരക്ഷണ ബില്ല് പാസ്സായി. ആ ബില്ല് പാസ്സായതോടുകൂടി കിട്ടുന്നത് മുസ്ലിം സ്ത്രീക്ക് എത്ര? 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം. കോടതിക്ക് തീരുമാനിക്കാം എത്രാണ്. ഇനി മധ്യസ്ഥന്മാർ 2 കൂട്ടരും ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തിയിട്ട് കോടതി കേസ് ഫയൽ ചെയ്യുമ്പോൾ പറയും, ഇത്ര സംഖ്യക്ക് ഞങ്ങൾ വിവാഹബന്ധം ഏർപ്പെടുത്താൻ വേണ്ടി ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതാണ് മത്താ ഗിഫ്റ്റാണ്. അത് ലക്ഷങ്ങളാണ്. ജീവനാംശം കൊണ്ട് കിട്ടുന്നത് എത്ര? ഒരു മാസത്തിൽ 500 രൂപ, അതിനപ്പുറം കിട്ടൂല. മത്താവ് കൊണ്ട് കിട്ടുന്നതെങ്കിലാ ഒറ്റടിക്ക് 5, 10, 15 ലക്ഷം. ജീവനാംശം കൊണ്ട് കിട്ടുന്നത് വേറൊരു ഭർത്താവ് കിട്ടുന്നത് വരെ അതിലപ്പുറം ഉണ്ടാവില്ല. വേറൊരു ഭർത്താവ് അവളെ വിവാഹം ചെയ്തു എന്ന് അറിഞ്ഞാൽ ആ നിമിഷം മുൻ ഭർത്താവിന് കോടതിയിൽ ആ കല്യാണം നടന്നിട്ടുണ്ട് സാർ, അതുകൊണ്ട് എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ തെളിവ് മുഖേന കോടതിയിൽ സമർപ്പിച്ചാൽ പിന്നെ ജീവനാംശം കൊടുക്കണ്ട, കിട്ടുന്നത് വരെ ഉള്ളൂ. നേരെ മറിച്ചുകൊണ്ട് മത്താ വിരിച്ചാൽ അപ്പ കിട്ടും പൈസ, അന്ന് കൊടുത്തോളണം, പിറ്റേന്ന് ഒരാൾ കിട്ടിയാൽ പോലും മടക്കി കൊടുക്കണ്ട. അപ്പൊ ഏതാ ഒരു സ്ത്രീക്ക് ഖൈർ? ജീവനാംശമല്ല. YB ചന്ദ്രചൂഡന്റെ സ്ത്രീപക്ഷവാദത്തിന്റെ കപടത പൊളിച്ചേടിക്കൊണ്ട് ഇന്ത്യൻ മുസ്ലിമുകൾ ഒന്നിച്ചെന്നുകൊണ്ട് ശരീര സംരക്ഷണ ബില്ല് പാസാക്കി. അത് YB ചന്ദ്രചൂഡ് വല്ലാത്തൊരു ഷോക്കായി. സുപ്രീം കോടതി ജഡ്ജിക്ക് ഒരു ജഡ്ജിയെ കുറവാക്കിയ ബാക്കി എല്ലാ വർഗത്തിനും അത് കിട്ടും. അതുകൊണ്ട് ഒരു ജഡ്ജി വികലമായൊരു വിധി ഇടയിലൂടെ കയറ്റി വിവാഹമുക്തയായ സ്ത്രീക്ക് മത്താവ് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തപ്പോൾ ഒരു ജഡ്ജി പറഞ്ഞു, വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ത്വലാഖ് മുത്തൊലാഖാണെങ്കിലേ പറ്റൂ. നോക്ക്, 3 ത്വലാഖുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ. അത് പൊക്കി പിടിച്ചിട്ട് ഇസ്ലാമിക വിരുദ്ധരായ ചില ജഡ്ജിമാരൊക്കെ ഇങ്ങനെ വിരിക്കാൻ. അങ്ങനെ വിധിയില്ല. ത്വലാഖ് ചെല്ലപ്പെട്ട പെണ്ണിന് 1 ത്വലാഖ് ചൊല്ലിയാൽ തന്നെ ഈ മത്താവ് കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ വിധി. മുത്തൊലാഖ് വേണ്ട, 1 ത്വലാഖ് മതി. മത്താവൾക്ക് കിട്ടിയിരിക്കണം. അത് ഇസ്ലാമിന്റെ വിധിയാണ്. അതാണ് ബില്ലിന്റെ പ്രൊട്ടക്ഷൻ. അതാണ് ഭരണഘടന ഉറപ്പുവരുത്തുന്ന മുഹമ്മദ് അല്ലാഹുവിന്റെ പരിരക്ഷ. ഇതൊക്കെ ഉണ്ടായിട്ടും മുസ്ലിം സ്ത്രീക്ക് വിവാഹബന്ധം ഏർപ്പെടുത്തുമ്പോൾ മത്താവ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുത്തൊലാഖാവണം, 3 ത്വലാഖ് രേഖപ്പെടുത്തണം എന്ന് പറയുന്ന ഷാഠ്യം അത് കോടതികൾ നൽകുന്നതാണ്. അതുകൊണ്ട് കോടതിയിലെ ചില ആളുകളുടെ മനോഗതി മാറാത്ത കാലത്തോളം ഈ മുത്തൊലാഖ് വിവാദം അവസാനിക്കില്ല. സാധാരണ സ്ത്രീകൾക്കൊക്കെ ത്വലാഖ് ചെല്ലപ്പെടുന്ന ഏതെങ്കിലും ആളുകളൊക്കെ കോടതിയിൽ വന്നാൽ സാധാരണ ത്വലാഖിന് മുത്തൊലാഖ് വേണമെന്ന് കോടതി നിർബന്ധിക്കും. അപ്പോൾ ചില പെണ്ണുങ്ങൾ പറയും, ഞങ്ങൾക്ക് മുത്തൊലാഖ് മതീൻ. ആണുങ്ങളല്ല ത്വലാഖിൻ്റെ ആൾക്കാർ, പെണ്ണുങ്ങളാ. കാരണം ഈ പൈസ കിട്ടണമെങ്കിൽ. എന്നിട്ട് ആ ത്വലാഖും ചൊല്ലി മുത്തൊലാഖും വാങ്ങി പൈസയും വാങ്ങി കുറേ കാലം കഴിയുന്ന സമയത്ത് മുമ്പത്തെ ആൾ തന്നെ കെട്ടാൻ തീരുമാനിക്കുമ്പോൾ അതാ കുടുങ്ങി, ചെല്ലാൻ 3 ചൊല്ലിപ്പോയി. അപ്പോൾ ചില പെണ്ണുങ്ങൾ വന്നുകൊണ്ട് പറയും മുത്തൊലാഖ് നിരോധിക്കണം. പെണ്ണ് മനസ്സല്ലേ, ഞാൻ പെണ്ണുങ്ങളെല്ലാം കുറ്റം പറയലിട്ട് ഇമാതിരി പെണ്ണുങ്ങളെ. അപ്പോഴാണ് ഇത് ചർച്ച വന്നത്. ഈ സാധു പെണ്ണുങ്ങളെ കൊണ്ട് മുത്തൊലാഖ് നിർബന്ധിച്ചുകൊണ്ട് ചൊല്ലിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന വിധത്തിൽ വിധി കൊടുത്തിട്ടുള്ള നിയമജ്ഞന്മാരാ തിരുത്തേണ്ടത്. അവർക്കെതിരെയാണ് നിങ്ങളുടെ സമരം. മുത്തൊലാഖൊന്നും ഒരു വിഷയം നാട്ടിലില്ല, വെറുതെ ഉണ്ടാക്കി തീർക്കുകയാണ്, കോടതി നിർബന്ധിക്കുകയാണ്. എന്നാൽ പിന്നെ അതൊക്കെ നിരോധിച്ചുവിടാൻ അത് പറ്റില്ല. ഭരണഘടന അവിടെ വേണം. ചില സമയത്ത് അതൊരു ഓപ്ഷനായി ഭരണഘടനയിൽ അവിടെ വേണം. ഏതുപോലെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലുണ്ട്, എന്താ പറയുക, വധശിക്ഷ. വധശിക്ഷ എന്ന് പറയുന്നൊരു ശിക്ഷ ഉണ്ട്. ഈ ശിക്ഷ വേണ്ട എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. ഫെമിനിസ്റ്റുകൾ പറഞ്ഞു, സുഗതകുമാരി പറഞ്ഞു,
ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞു, മുൻ ജഡ്ജിയാണ്, അദ്ദേഹം വരെ പറഞ്ഞു അത് ഒഴിവാക്കണം. അപ്പം എല്ലാവരും പറയുന്നു അത് ഒഴിവാക്കണം. എന്നാലത് സൗമ്യയെ ഗോവിന്ദച്ചാമി കൊന്നപ്പോൾ എല്ലാവരും പറയുന്നു വധശിക്ഷ തന്നെ വേണമെന്ന്. സൗമ്യയെ ഗോവിന്ദച്ചാമി കൊന്നു, അപ്പോൾ പറയാം ആ കാട നിയമം അതിൻ്റെ ഇവിടെ വേണം. അതങ്ങനെ പറയാൻ കാരണമായത് എന്തുകൊണ്ടാണ്? ഭരണത്തിൽ അത് ഉണ്ടായതുകൊണ്ട് നിരോധിച്ചാൽ നടക്കുമോ? അതുകൊണ്ട് നിരോധിക്കേണ്ട, അതവിടെ നിന്നോട്ടെ. പക്ഷെ എല്ലാ കൊലപാതകത്തിനും ജഡ്ജിമാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടല്ലേ? അതുപോലെ ഭരണഘടനയിൽ മുത്തലാഖ് അവിടെ വേണം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എല്ലാ തുലാഖിനും മുത്തലാഖ് വേണമെന്ന് പറയുന്ന ജഡ്ജി വിധി അത് ശരിയാവില്ല. എല്ലാ കൊലപാതകത്തിനും വധശിക്ഷ വിധിക്കാൻ മെനക്കെടുന്ന പോലെയാണ് എല്ലാ തുലാഖിനും മുത്തലാഖ് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സമീപനങ്ങളാണ് തിരുത്തേണ്ടത്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ബഹുഭാര്യത്വം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. 2, 3, 4 പെണ്ണിട്ടാണ് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. കെട്ടണമെങ്കിലാവാം. ഫൻകിഹുമാ ത്വാബലകും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നീ 2 പെണ്ണ് കെട്ടാം, കുഴപ്പമില്ല. ഒരു സ്ത്രീയല്ല, രണ്ടാമതൊരു സ്ത്രീയെ കൂടി സ്വീകരിക്കണമെന്ന് തോന്നുന്ന പക്ഷം, നീ പല കാരണത്താൽ അത് തോന്നുമല്ലോ, അവൾക്കൊരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്, ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ നിനക്ക് മറ്റൊരു പെണ്ണ് കെട്ടാമെന്നല്ലാതെ ഈ പെണ്ണിനെ തൊലാഖു ചെല്ലാൻ നിനക്ക് പാടില്ല. എന്നാൽ നിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേശ്യാലയത്തെ സമീപിക്കാൻ പാടില്ല, കോൾ ഗേളിന്റെ പിന്നാലെ പോകാൻ പാടില്ല. മാന്യമായി ഒരു പെണ്ണിനെ പരസ്യമായി 2 കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ 2 കെട്ടണം എന്നല്ല, 5 കെട്ടരുത്, 4 ലിമിറ്റ് ചെയ്തോ, അതും ഇങ്ങനെ മതി എന്നാണ്. വെറുതെ വ്യാഖ്യാനിക്കാൻ പോകണ്ട. അപ്പോൾ ചില ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ ബഹുഭാര്യത്വം ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുഭർത്തൃത്വം പറയണ്ടേ? ആണുങ്ങളോട് പറഞ്ഞു 4 കെട്ടിക്കോ, എന്നാൽ പെണ്ണുങ്ങളോട് 4 ആണിനെ കെട്ടാൻ പറയണ്ടേ? അതല്ലേ നീതി? നമ്മൾ കേരളത്തിൽ ഒരു ഹൈക്കോടതി ജഡ്ജി, മുസ്ലിമാ പേര്, ഇവർ കോഴിക്കോട്ട് നിസ എന്ന് പറഞ്ഞ സംഘടന, പെണ്ണുങ്ങളാണൊക്കെ, മുസ്ലിം സ്ത്രീകളാ, ചെറുപ്പക്കാർ പെൺകുട്ടികളെല്ലാം കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി ഞാൻ ഇവർക്ക് വേണ്ടി 4 വർത്താനം പറയട്ടെ. മൂപ്പരെ പറഞ്ഞു ബഹുഭാര്യത്വം മാത്രമല്ല ഇസ്ലാമിൽ ബഹുഭർത്തൃത്വവും വേണ്ടേ. അപ്പോൾ പെണ്ണുങ്ങൾ അതിന് അനുകൂലമായി നിൽക്കുമെന്നാണ് വിചാരിച്ചത്. അത് കേട്ട പാടെ പെണ്ണുങ്ങൾ ചാനലിൽ വന്നുകൊണ്ട് പറഞ്ഞു ഇയാൾ എന്താ പറയുന്നത്? മക്കൾ തൻ്റെ ആരാൻ ചോദിച്ചാൽ ഈ ജഡ്ജിക്ക് പോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് പെണ്ണുങ്ങൾ ചോദിച്ചാ. അതുകൊണ്ടാണ് ഇസ്ലാം വന്നത് ബഹുഭർത്തൃത്വം പാടില്ല എന്ന്. പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ കുന്തിദേവിൻ്റെ 5 മക്കളാ, അർജുനൻ, ഭീമൻ, സഹദേവൻ, അങ്ങനെ 5 മക്കളും കൂടി വലിയ ആൾക്കാരാണ്. അവരൊരു പെണ്ണാ കിട്ടിയത്, 5 എണ്ണത്തിന് കൂടി ഒരു പെണ്ണ്. ഓരോ ദിവസം ഓരോരുത്തരാ പോവുക. നീതി പാലിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? അർജുനൻ പോകേണ്ട ദിവസം ഭീമൻ കട്ട് കയറി. അർജുനൻ വന്നപ്പോൾ ഭീമൻ ഉണ്ട് തൻ്റെ ഭാര്യൻ്റെ അടുത്ത്. തൻ്റെ ദിവസം ദ്വന്ദ്വ യുദ്ധം നടന്നു, 2 ആളും നല്ല യുദ്ധം, മൽപിടുത്തം. ദേവന്മാർക്ക് പോലും സൂക്ഷിക്കാൻ പറ്റൂട്ടില്ല ബഹുഭർത്തൃത്വം. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ബഹുഭർത്തൃത്വം ശാസ്ത്രീയമല്ല, അപ്രായോഗികമാണ്. പ്രായോഗികമായ രീതിയിൽ ബഹുഭാര്യത്വമേ പറ്റൂ. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല. ആരും ഇസ്ലാമിൽ ബഹുഭാര്യത്വത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു ഘട്ടവും കാണില്ല. എവിടെ ഉള്ളത്? മര്യാദയ്ക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലത്, എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ, അനുഭവത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് പറയാം, പെണ്ണാണ്. അതാ ജീവിതത്തിൻ്റെ ഹൈർ. കിടക്കേണ്ട ദിവസം അല്ല, താഴെ കിടക്കേണ്ട ദിവസം വന്നു. മുകളിലെ പെണ്ണെന്ന് മനസ്സിലാക്കി, ഇന്നെൻ്റെ കൂടെ കെട്ടിയോനില്ല, ഇന്നലെ വന്നതാ, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കട്ടെ. അവൾ ലൈറ്റ് ഓഫ് ചെയ്തു, കഥയൊക്കെ കടിച്ച് അവൾ കിടന്നുറങ്ങി. മുകളിൽ താഴെയുള്ള പെണ്ണിങ്ങനെ കാത്തിരിക്കുന്നു ഭർത്താവിനെ. ഭക്ഷണമൊക്കെ നന്നായി വെച്ചു, അവിടെ വിളമ്പി വെച്ചിട്ട് വാതിൽ തുറന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്ത് ഇരുന്ന് അവസാനം ആ പെണ്ണ് ഉറങ്ങിപ്പോയി. ഭർത്താവ് വരാൻ ഉറങ്ങിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെ വരുന്നുണ്ട്, ഭർത്താവല്ല ഒരു കള്ളൻ കാണുന്നത് ഇതാ, ഒരു പെണ്ണ് ഇവിടെ നിന്ന് ഉറങ്ങുന്നു, ലൈറ്റ് ഓൺ ചെയ്ത് വെച്ച വാടയാണ്. ഇവിടെ നിന്ന് കട്ടാൽ ഇവളറിയും, എനിക്ക് മുകളിൽ പോയി കക്കാം എന്ന് മനസ്സിലാക്കി മുകളിൽ മറ്റേ പെണ്ണുള്ള ഇയാളറിയില്ല. ലൈറ്റ് ഓഫ് ചെയ്തു. പഴയ കോണിയാണ്, പഴയ വീടിൻ്റെ കോണിയാണ്, മരക്കോണിയാണ്, ഇളക്കി കിടക്കുന്നതാ. ചവിട്ടി പാടെ കടക്കടാന്നുള്ള ശബ്ദം കേട്ടിട്ട് താഴെ പെണ്ണ് ഉണർന്നു. ആഹാ, പുതിയാപ്പിള വന്നപ്പോൾ ഞാൻ ഉറങ്ങുക. അപ്പോൾ മറ്റോൾ 2ാമത്തോളാ, അവളടുത്തേക്ക് പോകാല്ലേ, എൻ്റെ ദിവസം ഇവിടെ നിൽക്കേണ്ടിയല്ലേ. ഇവള് കള്ളൻ്റെ കാല് പിടിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നാന്ന് അവർ പിടിച്ചു വലിച്ചു. ഈ ശബ്ദം കേട്ട് മറ്റേ പെണ്ണ് ഉണർന്നു. അവൾ ലൈറ്റ് ഓൺ ചെയ്തില്ല, പക്ഷേ ബഹള കേൾക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നുള്ള പിടി വലി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം ഭർത്താവ് മറ്റോൾ ഉറങ്ങാന്ന് കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. എന്നോട് വല്ലാതെ സ്നേഹ മൂപ്പർക്ക്. ഇത് ഇവള് സമ്മതിക്കില്ലേ? അതൊന്നും പറ്റില്ല. മൂപ്പർക്ക് പുതിയാപ്പിളക്ക് എൻ്റെ അടുത്ത് വരണം തോന്നിയാൽ പിന്നെ ഇവളായിട്ടും തന്നെ എന്നെ പാര വെക്കുന്നത്. കള്ളൻ്റെ തല പിടിച്ചിട്ട് ഇവള് മേലോട്ടും വലിച്ചു. ഒരുത്തി മേലോട്ടും ഒരുത്തി താഴോട്ടും, കള്ളൻ നടുവിൽ.
അവസാന കള്ളൻ തുറന്നു പറഞ്ഞു, ഞാൻ കള്ളനാ, എന്നെ വിടുകയെന്ന്. 2 പെണ്ണും പിന്നെ നിലവിളിച്ച് ഓടുകയാണ്. കള്ളൻ ഓടിയിട്ട് തൻ്റെ ഭാര്യൻ്റെ അടുത്ത് നിന്ന് തൈലിട്ട് ഒഴിക്കുന്ന സമയത്ത് പറയുക, എടി ഇനി 2 പെണ്ണുള്ള വീട്ടിലേക്ക് കിയാമന്നാൾ വരെ ഞാൻ കാക്കാൻ പോയില്ല. ഒരു പെണ്ണ് കിട്ടിയതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഇസ്ലാം ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. ഈ ശബ്ദം കേൾക്കുന്ന ആണുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, അവനവൻ്റെ വീട്ടിലുള്ള അവനവൻ്റെ ഭാര്യ വേറൊരു പെണ്ണ് വന്നാൽ 2 എണ്ണത്തിനും സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഖൈർ ഒന്നാണ്. നമ്മുടെ ഭാര്യമാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സ്വഭാവത്തിൽ അള്ളാഹു വളർത്തട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കട്ടെ. അതുകൊണ്ട് ഇസ്ലാം വിവാഹമോചനത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒറ്റ കാര്യം കൂടി പറയും, ഞാൻ ആ വിഷയം തൊട്ടുപോയത് കൊണ്ട് അത് വലിയാർ പറഞ്ഞില്ല എന്ന് പറയും. പെണ്ണിന് പകുതിയാണ് പുരുഷൻ്റെ പകുതി, പുരുഷൻ്റെ പകുതിയാണ് പെണ്ണിൻ്റെ സ്വത്ത്. നിർത്താനായില്ലേ? സ്ത്രീക്ക് പകുതിയാ പുരുഷൻ്റേത് എന്ന് പറയുന്ന ഇസ്ലാം. അതെന്തിനാ അങ്ങനെ ചെയ്തത്? ഒരു വീട്ടിൽ 2 മക്കളുണ്ട്, 1 ആണും 1 പെണ്ണുമാണ്. എന്നാൽ പിന്നെ 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ 1/2 ഏക്കർ പെണ്ണിനും 1/2 ഏക്കർ ആണിനും കൊടുത്താൽ പോരെ? ഇതല്ലേ കൊടുക്കേണ്ടത്? ജീവിത കാലഘട്ടത്തിൽ ഒരു പിതാവിന് അങ്ങനെ കൊടുക്കണമെന്ന് തോന്നിയാൽ ഒരു തടസ്സമില്ല. പകുതിയും ജീവിത കാലഘട്ടത്തിൽ ഒരു പിതാവിന് തോന്നാൻ ഞാൻ എൻ്റെ മോക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മോക്കും എൻ്റെ മോനും അങ്ങനെ കൊടുക്കണേ, കുഴപ്പമില്ല. പക്ഷെ അനന്തര സ്വത്ത് ഭർത്താവ് മരിച്ചാൽ ആ സ്വത്ത് വീര്യം ചെയ്യേണ്ടത് ശറാണ്. അവിടെയാണ് ഈ പ്രശ്നം. അത് ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കാരണം ഒരു സ്ത്രീയോട് ഇസ്ലാം പറഞ്ഞിട്ടില്ല നിന്റെ ചെലവിന് നീ എടുക്കണം. ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീടാണെങ്കിൽ ഭാര്യയുടെ ചെലവ് വഹിക്കേണ്ടത് ഭർത്താവാണ്, ഭർത്താവിൻ്റെ ചെലവ് വഹിക്കേണ്ടത് ഭർത്താവാണ്, മക്കളെ ചെലവ് വഹിക്കേണ്ടത് ഭർത്താവാണ്, മാതാപിതാക്കളുള്ള കുടുംബമാണെങ്കിൽ ആ ചെലവ് വഹിക്കേണ്ടത് ഭർത്താവാണ്. ഈ കുടുംബത്തിൻ്റെ പാർപ്പിടം ഭർത്താവാണ്, ഈ കുടുംബത്തിൻ്റെ വസ്ത്രം ഭർത്താവാണ്, ഈ കുടുംബത്തിൻ്റെ ആരോഗ്യ സംരക്ഷണം ഭർത്താവാണ്. എല്ലാം ഭർത്താവ് നിർവഹിക്കണം. ഭാര്യൻ്റെ കയ്യിൽ സ്വത്തുണ്ട്, ഭർത്താവിൻ്റെ കയ്യിൽ പണം കുറവാണ്. എന്നാലും കുടുംബത്തിൻ്റെ ചെലവിലേക്കോ വസ്ത്രം വാങ്ങുന്നതിലേക്കോ പാർപ്പിടം ഉണ്ടാക്കുന്നതിലേക്കോ ആരോഗ്യം സംരക്ഷിക്കുന്നതിലേക്കോ ഒരു ചില്ലിക്കാശ് പോലും പെണ്ണിൻ്റെ അക്കൗണ്ട് നടക്കേണ്ട കാര്യമില്ല. പണക്കാരിയാണ് പെണ്ണ്, പാവപ്പെട്ടവനാണ് ഭർത്താവ്. എന്നാൽ പോലും കുടുംബത്തിന്റെ ചെലവിലേക്ക് ഭാര്യന്റെ കാശ് വേണ്ട. അത് മുഴുവനും വഹിക്കേണ്ടത് പുരുഷനാണ്, അത് മുഴുവനും വഹിക്കേണ്ടത് ഭർത്താവാണ്. ഭാര്യന്റെ സ്വത്തോ അത് അവളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത് അവിടെ വെച്ചേക്കണമെങ്കിൽ വെച്ചേക്കാം, മക്കൾക്ക് അനന്തരം എടുത്തോട്ടെ എന്ന് മനസ്സിലാക്കി വെച്ചേക്കാണെങ്കിൽ വെച്ചേക്കാം, പള്ളിക്ക് മൊത്തം എഴുതി കൊടുക്കുകയാണെങ്കിൽ എഴുതി കൊടുക്കാം. അതല്ല അവളുടെ സുഖരോരുപതയിൽ അവൾ ആഭരണം വാങ്ങി സുഖിച്ച് കഴിയാണോ അവൾക്കും കുഴപ്പമില്ല. പുരുഷ നീ അത് വാങ്ങാനും ചോദിക്കാനും അർഹത ഇല്ല. പക്ഷേ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എടുക്കാം. ഈ പറഞ്ഞ അനുസരിച്ച് കൊണ്ട് പെണ്ണുങ്ങൾ പൈസ ഒന്നും മതി അവൾ കൊടുക്കാണ്ടിരിക്കണ്ട, അങ്ങനെ മസല വേറെയുണ്ട്. ഇതൊക്കെ ഇസ്ലാം അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ പോലും ഭർത്താവിനെ ഒരു ഭാര്യ സഹായിച്ചാൽ അത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷെ സഹായിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിന് ചോദ്യം ചെയ്യാനുള്ള യാതൊരു അർഹതയില്ല. അവളുടെ മഹർ അവൾക്ക് അവകാശപ്പെട്ടതാ, അവൾക്ക് എന്തൊക്കെയുണ്ടോ അത് അവൾക്ക് അവകാശപ്പെട്ടത്. സ്ത്രീധനം പോലും ആണുങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, സ്ത്രീധനം കൊടുക്കാനേ പാടില്ല. ഇനി ഒരു ഭർത്താവ് ഒരു പെൺകുട്ടിക്ക് ഒരു പിതാവ് ഗിഫ്റ്റ് കൊടുത്തൊരു കാറ് പുതിയാപ്പിളക്ക് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഭാര്യൻ്റെ പേരില്ല, മോക്ക കൊടുത്തത്, പുതിയാപ്പിളയും കൂടെ പോയിക്കോട്ടെ, അങ്ങനെ ഉണ്ടാകുക. പക്ഷെ കൊടുക്കുമ്പോൾ പറയുക, ആളുകളുടെ പറയുക പുതിയാപ്പിളക്കൊരു കാറ് എന്നാ. പുതിയാപ്പിളക്ക് കാറല്ല, മോക്ക കാറ്. എവിടെ അറിയുക? അഥവാ തൊലാക്കില്ല ആ കാറ് തിരിച്ചു കൊടുക്കണ്ടേ? പുതിയാപ്പിളക്ക് കൊടുത്താൽ തിരിച്ചു കൊടുക്കണോ? അപ്പം അതുകൊണ്ട് അതൊക്കെ ഇവൾക്കുള്ളതാ, സ്വത്തുള്ളതാ, എല്ലാം അവൾക്കുള്ളതാ. അതൊന്നും ഭർത്താവിന് വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല. അഡ്ജസ്റ്റ്മെൻറ്റും ലോക്യവും സൗഹൃദമൊക്കെ ആണെങ്കിൽ കുട്ടികൾ തരുമെന്നല്ലാതെ നിർബന്ധിച്ചു കൊണ്ട് വാങ്ങാനൊന്നും മനക്കണ്ട. എനിക്ക് അതിലൊരു അവകാശമില്ല. നീ നിന്റെ ഭാര്യയെ നിന്റെ ഭാര്യയാക്കണമെന്നുണ്ടെങ്കിൽ മഹർ കൊടുക്കണം. ആ മഹർ പോലും ചിരിച്ചു ചോദിക്കാനുള്ള അർഹത നിനക്കില്ല. ഇതാ ഇസ്ലാം. എത്ര നല്ല മതമാണ്. ഒക്കെ പെണ്ണുങ്ങൾക്കാണ് എല്ലാ ചെലവും. ആണുങ്ങൾ പെണ്ണുങ്ങളെ കയ്യിൽ സ്വത്തുണ്ടെങ്കിൽ അതൊറ്റ പൈസയും ചെലവാക്കണ്ട. പിന്നെന്തിനാ പെണ്ണിന് സ്വത്ത് വേണ്ട? എന്നാലും ഇനി എടുത്തോ, പകുതി അവൾക്കാണ്. എന്നാലും ഒരു പിതാവിന്റെ സ്വത്തിന്റെ ആകെ സ്വത്തിന്റെ ആൺഭാഗത്തിന് കിട്ടുന്നതിന്റെ പകുതി വെറുതെ കൊടുക്കുന്നു സ്ത്രീക്ക് ഇസ്ലാം. അപ്പോൾ ആരാ ഇസ്ലാമിന്റെ കൂടെ? സ്ത്രീകളുടെ കൂടെ ആരാണ്? ഇസ്ലാമാണ്. ചെലവ് വിലയിരുത്താതെ വരവിൽ കെട്ടിത്തൂങ്ങി ചർച്ച നടത്തുന്ന ആളുകളാണ് ഈ ലിംഗ സമത്വവാദികൾ. അതുകൊണ്ട് അവർ ചെലവും കൂടി കണക്കൂട്ടണം. അതറിയില്ലേ? ഇസ്ലാമിലേക്ക് കടന്നു വരണ്ട, വേറെ എവിടെയെങ്കിലും ചർച്ചയ്ക്ക് പോയിക്കോ, ഞങ്ങൾ ഇതിൻ്റെ വഴികളൊക്കെ പഠിച്ചിട്ടും ചെയ്തിട്ടോ ചെയ്യുന്നത്. അതൊന്നും അറിയാതെ മുസ്ലിം പെണ്ണിനെ കൊണ്ടുവന്ന് പകുതിയെ കൊടുക്കൂ എന്നുള്ള വാദം ഒരുമാതിരി ചൊറിച്ചിലിൻ്റെ അസുഖമാണ്.
അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിനെ സംബന്ധിച്ചുകൊണ്ട് പഠിക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോളണം. അള്ളാഹിൻ്റെ ദീൻ മാറ്റങ്ങൾക്ക് വിധേയമല്ല. അള്ളാഹു ത്രികാല ജ്ഞാനിയായ റഹ്മാനായ റബ്ബാൻ. അന്താഖിയ നാട്ടുകാർ ഒരിക്കൽ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവർ പണ്ട് ചെയ്തു പോയൊരു തെറ്റുണ്ട്. കൂട്ടത്തിൽ ഞങ്ങളുടെ പൂർവികരായ ആളുകൾ മഹാനായ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും കാലഘട്ടത്തിൽ ആ 2 അതിഥികളും അന്താഖിയക്കാരായി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. അന്താഖിയയിലെ ഞങ്ങളുടെ പൂർവികരായ ആളുകൾ അതിഥികളായ 2 ആളുകളെയും സ്വീകരിക്കേണ്ടവരാണ്. പക്ഷേ അവരെ അന്ന് അവർ സ്വീകരിച്ചില്ല. ആ സ്വീകരിക്കാതെ അവരെ പുറത്താക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി. അതിനെ സംബന്ധിച്ചുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ഖുർആൻ പറയുന്നത് അൽ കഹ്ഫ് സൂറത്തിൽ കാണാൻ സാധിക്കും. ആ 2 അതിഥികളെയും സ്വീകരിക്കാതെ ആ 2 അതിഥികളെയും അന്താഖിയക്കാർ തടഞ്ഞു വെച്ചു. അവർക്ക് ആതിഥ്യം കൊടുക്കാതെ അവർ എതിര് നിന്നു എന്ന് ഖുർആനിൽ നബിയെ പറയുന്നുണ്ട്. അത് ഞങ്ങളുടെ പൂർവികരായ ചില ആളുകൾ വിവരമില്ലാതെ ചെയ്തു പോയ തെറ്റാണ്. പക്ഷേ ഖുർആനിൽ അതങ്ങനെ തന്നെ വന്നതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആൻ നിലനിൽക്കേണ്ട ഗ്രന്ഥമാണല്ലോ നബിയെ. അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികർ ചെയ്ത തെറ്റിന്റെ പേരിൽ അന്താഖിയ നാട്ടുകാർക്കൊരു മാന്യതക്ക് കുറവ് വരുത്തുന്നുണ്ട്. ഞങ്ങളുടെ അന്തസ്സിന് കുറവാണ് നബിയേ. അതുകൊണ്ട് ഹബീബായ തങ്ങളൊന്ന് കാര്യം ചെയ്യണം. ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ എന്ന വാക്കൊന്ന് തിരുത്തിയിട്ട് ഫഅതൗ അൻ യുളയ്യിഫൂഹുമാ, ആ 2 അതിഥികളെയും അന്താഖിയക്കാർ വരവേറ്റു, സ്വീകരിച്ചു എന്ന അർത്ഥമുണ്ടാകുന്ന വാക്കാണ്. ബാഇന് പകരം താ ചേർത്ത് തരണം നബിയേ. എങ്കിൽ ഞങ്ങളെല്ലാ ആളുകളും അന്താഖിയക്കാർ മുഴുവനും ഹബീബായ തങ്ങളുടെ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട അന്താഖിയക്കാരെ, നിങ്ങളുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ വികാരം ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ ഉണ്ടാക്കിയത് ഞാനല്ല. അന്താഖിയക്കാർ ആരും ഇനി ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിലും വന്നവരൊക്കെ എന്നെ വിട്ട് പോയാൽ പോലും ഇസ്ലാമിലെ ഒരക്ഷരം ഖുർആന്റെ ഒരു വാക്ക് മാറ്റാൻ ഞാൻ തയ്യാറല്ല അന്താഖിയക്കാരെ. അത് അല്ലാഹുവിന്റെ കലാമാണ്, പടച്ച റബ്ബിന്റെ ശരീഅത്താണ്. തിരുത്താൻ എനിക്കൊരു അധികാരവും ഇല്ല. ഖിയാമത്ത് നാൾ വരെ ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ എന്ന് തന്നെ നിലനിൽക്കും, അത് മാറ്റാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അന്താഖിയക്കാരെ തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കണോ, രാജ്യത്ത് എത്ര നരേന്ദ്രമോദി ഭീഷണി മുഴക്കിയാലും, മിസോളിനി വന്നാലും, ഹിറ്റ്ലർ വന്നാലും, ഫറോവ വന്നാലും, നമ്രൂദ് വന്നാലും, അബൂജഹൽ പുനർജനിച്ചാലും ഇസ്ലാം തിരുത്താൻ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യയിലെ മുസൽമാന്റെ അവസാനത്തെ മനുഷ്യന്റെ കയ്യിലും ജീവൻ അവശേഷിക്കുന്ന കാലത്തോളം ഈ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനാണ് ഞങ്ങൾ തയ്യാറ്. ശരീഅത്ത് തിരുത്തുക സാധ്യമല്ല, ഏകസിവിൽ കോഡ് കൊണ്ടുവരാനും സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വരുന്ന 2-ാം തീയതി ഡിസംബർ മാസം 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് മുതലക്കുളത്ത് മഹാനായ ശംസുൽ ഉലമയുടെ നഗറിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ശരീഅത്ത് സംരക്ഷണ സമ്മേളനം, ലക്ഷക്കണക്കിന് ആളുകൾ കോഴിക്കോട്ടേക്ക് ഒഴുകാൻ വേണ്ടി പോവുകയാണ്. ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ പേഴ്സണൽ ലോ ബോർഡിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളായ ഡോക്ടർ മുഹമ്മദ് ഇദ്രീസ് ലഖ്നോ എന്ന പ്രഗത്ഭനായിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രൗഢമായ പ്രഭാഷണം കേൾക്കുന്നതിനും അബ്ദുസമദ് സമദാനിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ട് ശരീഅത്തിന്റെ വിവാദ കാലഘട്ടത്തിൽ വെട്ടിത്തിളങ്ങി പ്രഭാഷണത്തിൽ ജ്വലിച്ചു നിന്ന ആളുകളും, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ കെ മുരളീധരൻ, MI ഷാനവാസും അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളും ശരീഅത്ത് എന്താണെന്ന് പറയുന്ന മഹത്തായ സമ്മേളനത്തിലേക്ക് ഒരുപക്ഷേ ശരീഅത്ത് സംരക്ഷണ സമ്മേളനം മുതലക്കുളത്ത് പണ്ട് നടന്നതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന കൂടി സമ്മേളനമാണ്. അന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടാത്തവരായ നമ്മളിൽ പലരും നമ്മൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ശരീഅത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ജീവനേക്കാൾ വലുത് ഖുർആനെ ബഹുമാനിക്കും, ഇസ്ലാമിനെ സ്നേഹിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടെന്ന് പറയാൻ നിങ്ങളെ മുഴുവനും മുതലക്കുളത്തേക്ക് ഡിസംബർ 2 ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ കൂടലും ചേരലും അവന്റെ ഹലാലായ സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവേ, ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള, അഭിമാനപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. അള്ളാഹുവേ, നരേന്ദ്രമോദി വിശുദ്ധ ഖുർആൻ വലിച്ചെറിയണം എന്ന് പറയുന്ന നാട് വരാൻ പോകുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് കുടിച്ചു മൂടണമെന്നാണ് ഈ നപുംസകനായ, അല്ലെങ്കിൽ ഈ നരഭോജിയായ ഈ മനുഷ്യൻ പറയുന്ന അവസ്ഥയിൽ ഫാസിസ്റ്റ് ഭരണമാണ് അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ അന്തസ്സോടെ ചെറുക്കാനുള്ള ഇസ്സത്ത് മുസ്ലിം ഉമ്മത്തിന് നീ തരണേ റബ്ബേ. ഈ രാജ്യം അന്യാധീനപ്പെട്ട
നോട്ടിന്റെ നെട്ടോട്ടത്തിന്റെ മുമ്പിൽ പട്ടിണി കിടന്നുകൊണ്ട് നരയ്ക്കുന്ന ഘട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഭരണാധികാരിക്ക് പാഠം കൊടുക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നീ ശാന്തിയും സമാധാനവും തരണം തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.